ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഡബിൾ വണ്ടേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ രാവിലെ എഴുന്നേറ്റ് മണി 6:30 കഴിഞ്ഞ് 7 മണി ആവാറായി. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് വെയിലൊക്കെ കൊണ്ടിങ്ങനെ ഇരിക്കുകയായിരുന്നു, കുറച്ച് മടി പിടിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം വെയിലൊക്കെ കണ്ട സ്ഥിതിക്ക് മഴക്കാറില്ല, തുണിയൊക്കെ എടുത്ത് പുറത്തിടാനുണ്ട്. നല്ല അടിപൊളി വെയിലടിക്കുന്നുണ്ട്. ആദ്യമാണെങ്കിൽ അവിടെ നടക്കാൻ വേണ്ടി പോയിട്ട് അങ്ങനെ തെക്കുടക്കാൻ നടന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയം കൊണ്ട് കിച്ചൺ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകാമെന്ന് വിചാരിച്ചു. ഈ 2 പാത്രമേ ഉള്ളൂ, അതുകൊണ്ട് കഴുകി വെച്ചിട്ട് ബാക്കി പരിപാടി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ പാത്രം കൊണ്ട് കഴുകിയിട്ട് പല്ലും തേച്ച് വരാം. ഇതാണ് പ്ലാൻ. മീൻ വണ്ടിയുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് പള്ളിയിലത്തെ പാട്ടുമൊക്കെ കേട്ടാണ് ഞാൻ രാവിലെ എഴുന്നേറ്റത്. എന്തായാലും പോയി പാത്രം കഴുകാം. കിണറ്റിൽ വെള്ളം വന്നെന്ന് ആർജ് പറയുന്നു. നോക്കട്ടെ കിണറ്റിൽ വെള്ളമായാന്ന്. ഇന്നലെ നല്ല മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റ മഴയായിരുന്നു. നമ്മൾ വെള്ളമൊക്കെ നിറച്ചാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. പാത്രം ഇവിടെ വെച്ചിട്ട് കിണറ്റിൽ വെള്ളമായാൽ നോക്കാം. കിണറ്റിലപ്പോൾ ഒരു തൊടി വെള്ളം കയറിയിട്ടുണ്ട് ഗൈസ്. അത് വലയിട്ടതുകൊണ്ട് അത്രയും കരിയിലവിടെ സ്റ്റക്കായി, അതുകൊണ്ട് രക്ഷപ്പെട്ട്. എന്തായാലും ഞാൻ പാത്രം ഒന്ന് കൈയെടുക്കട്ടെ. അങ്ങനെ ശ്രുതി പാത്രം കഴി കഴിഞ്ഞു. ഞാൻ പല്ലേക്കട്ടെ ഗൈസ്. ഇനി പല്ലേച്ച് പ്രശ്നം പാവുണ്ട്. ഇനി കുക്കിങ്ങുകളൊക്കെ ചെയ്യുന്നുണ്ട്. ഇതിനപ്പുറം പല്ലേക്കുന്നില്ല അസുഖം. പിന്നെ നീയാ പല്ലേക്കാൻ മതി ഗൈസ്. കുളിക്കാൻ മടി, പല്ലേക്കാൻ മടി, ഇങ്ങനെ എല്ലാ കാര്യം ചെയ്യുന്നത് ശ്രുതിയാണ്, ഞാനല്ല കേട്ടോ. അത് ഇതിനു മുമ്പുള്ള വ്ളോഗ് കണ്ടവർക്ക് അറിയാൻ പറ്റും. കുളിക്കാൻ വേണ്ടി വാടി വിളിച്ചാൽ പോലും വഴിക്ക് വരൂല. അവൾ കിടന്ന് കരിയും. തേങ്ങ അങ്ങനെയാണ് കേസ്. കുളിക്കാൻ ഭയങ്കര മടിയെത്തിയാണ്, പല്ലേക്കാൻ മടിയെത്തിയാണ്. എന്നിട്ട് പറഞ്ഞത് എന്നെ കുറിച്ച് കുറ്റം പറയും. ഞാൻ വെള്ളം പോരട്ടെ, എന്നിട്ട് പല്ലേച്ച് പക്ഷേ പോട്ടെ. കഴിഞ്ഞാ ഇത് ഇത്രയുള്ള മാത്രം, വേറെ മാത്രം വെക്കുന്നുണ്ട്. കൈ വെച്ചാ അതാണ് തേങ്ങ മുടായി പണിച്ചത് വെച്ച് ഇല്ല. ഞാൻ വീട്ടിൽ കുപ്പി എടുത്തിട്ട് പറിക്കാനായിട്ട്, എന്നിട്ട് വേണം പല്ലേച്ച് പക്ഷേ പോകാനായിട്ട്. പിന്നെ അവിടെ പോയി മുക്കാൻ, ഇവിടെ കക്കൂസൊന്നുമില്ലല്ലോ മുക്കാനായിട്ട്. ഞങ്ങൾക്കൊക്കെ മുക്കാറ് നമ്മളൊരു ബന്ധം വെള്ളമായിട്ട് കാട്ടി പോയിരിക്കില്ല. ബന്ധമെന്ന് പറയുമ്പോൾ ഒരു കുപ്പി വെള്ളമായിട്ട് പോകാറ്. മല്ലിയല്ലേ എഴുന്നേക്ക്, മല്ലിയല്ലേ സാമ്പാർ ഇവിടെ ഉണ്ടാക്കുക. മല്ലിയിലെ ഫുൾ ചത്ത്, മല്ലിയിലെ വാടി ചത്തു കേസ്. ഇന്നലെ തന്നെ തള്ളാൻ മതിയൊക്കെല്ലാം തന്നില്ല അല്ലേ. മല്ലിയില് കറിവേപ്പില പറ്റിച്ച മതില്ലേ, കാട്ടിലേക്ക് എടുത്തിട്ട് മതി. അത് നോക്കി വാങ്ങിച്ചു. അതെ ഗൈസ്, ഇതെല്ലാം കണ്ടോ ഇരിക്കുന്നത് കറിവേപ്പിലാണ്. ഇത് കറിവേപ്പിലാണ് ഇരിക്കുന്നത്. അത് വളർന്നില്ല, വളരെ ശോഷിച്ചു പോകണം. അങ്ങനെ ശ്രുതി തുണിയൊക്കെ എടുത്ത് പുറത്തിരിക്കണം. വെയിൽ കണ്ടിട്ട് മഴ പെയ്ത് പണി തരാതിരിക്കട്ടെ അല്ലേ നിച്ചു. എന്ത് അതാ വെള്ളമൊക്കെ തുറന്നു, മഴ പെയ്ത് നനപ്പിക്കരുത് എന്നാണ് ആഗ്രഹം. ഇതൊക്കെ ഇന്ന് ഉണങ്ങി കിട്ടിയെന്ന് ഫുൾ മടക്കി എടുത്ത് വെക്കുന്നതായിരിക്കും രക്ഷപ്പെട്ട്. ആ പടി തീർന്നാൽ സമാധാനമായി. അതാണ്. അതെ അതെ, ഇതൊക്കെ മാറ്റിയില്ലെങ്കിൽ ഈ രാത്രി ലൈറ്റൊന്നും ഫ്രണ്ടിൽ വെട്ടില്ല. ഈ തുണി മാറ്റിയില്ലെങ്കിൽ അത് ഇവിടുത്തെ ബൾബിന് വെട്ടം കൊണ്ട് വരേണ്ട പുറത്തേക്ക്. തുണി ഫുൾ മൂടി അങ്ങനെ വെട്ടം വരിക അല്ലേ, അതിന് ബുദ്ധിമുട്ടാണ്. ശ്രുതിയുടെ തന്നെ കവണാണ് ചാക്ക് നല്ലത്, നല്ല രസമുള്ള കവണാണ്. എനിക്ക് ഭയങ്കര അഹങ്കാരമാണ് കേസ്. പിന്നെ ചാക്ക് നോക്കണം നല്ല തുണീനെ. ആ കഷ്ടപ്പെടണം, വെറുതെ ഇട്ടുകൊണ്ട് നടക്കുന്ന രസം, അതുകൊണ്ടാണ് കഷ്ടപ്പെടണം. ഞാൻ പോയി പല്ലേക്കട്ടെ. ഇനി ഞാൻ എന്തായാലും പോവാം, ഞാൻ നിൽക്കുന്നില്ല, പോട്ടെ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. ഫോൺ എടുക്കണ്ടാ. അടുത്തതായി അടുപ്പ് വൃത്തിയാക്കലാണ് പണി. അടുപ്പ് വൃത്തിയാക്കാം, ടേബിൾ വൃത്തിയാക്കാം അല്ലേ നിശു. ഇത് വൃത്തിയാക്കി കഴിഞ്ഞാൽ കുക്ക് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബാക്കിയുള്ള സ്ഥലങ്ങൾ ഒതുക്കാം. ഓക്കെ ഓക്കെ. എന്താണ് അടുപ്പിൽ കരി വരുന്നത്, കരി വരണമെങ്കിൽ കരി ആയതുകൊണ്ട് വരുന്നത് കരി വരുന്നത്. പിന്നെ ഗൈസ് മൈക്കില്ലാത്തതുകൊണ്ട് തേങ്ങ പറഞ്ഞ കേൾക്കാൻ ചാൻസ് വളരെ കുറവാണ്. ക്ഷമിക്കുക, നമുക്ക് മൈക്കൊക്കെ പണി പോയി. അതാണ് പ്രശ്നം. ഞാൻ കുത്തിയോട്ടെ മൈക്ക് കേട്ടോ, ചില വർക്ക് ചെയ്തല്ല ചെയ്തോട്ടെ. ഇതാണ് നമ്മുടെ മൈക്ക്. ഈ മൈക്ക് പക്ഷെ എടുക്കുന്നില്ല ഗൈസ്, കണക്ഷൻ എടുക്കുന്നില്ല, കണക്റ്റ് ആവുന്നില്ല. ബ്ലൂടൂത്ത് അല്ല ഇത്, ഒരു USB കണക്ട് ചെയ്ത് കൊടുത്ത മൈക്കാണ്, അതുകൊണ്ട് ഇത് എടുക്കുന്നില്ല കണക്റ്റായിട്ട്. അത് കുറേ നേരം നോക്കിയിട്ട് ഇതിലാവുന്നില്ല. ആ നീയല്ലേ ശ്രുതി കൊണ്ട് ചെയ്ത് എങ്ങനെയൊക്കെ ആയിരിക്കും കേസ് അവസ്ഥ. അങ്ങനെ തുളച്ച് വൃത്തിയായി കഴിഞ്ഞു. ഇതാണ് നിക്കറാണ് കേസ്. ഇത് കഴിഞ്ഞ ദിവസം പട്ടി അടിച്ചാണ്, ആ നിക്കറ് കയറിപ്പോയി. ശ്രുതി അത് കൈക്കൽ തുണിയാക്കി എടുത്തിരിക്കുകയാണ്. ആ നമ്മൾ തരച്ച് തേങ്ങയുടെ തുണി ഇഷ്ടംപോലെ ഉണ്ടെങ്കിൽ വെറുതെ ഉണ്ടെങ്കിലും അത് കൈക്കൽ തുണിയാക്കൂല. അവർക്ക് എൻ്റെ നിക്കറാണ്. നമ്മുടെ എണ്ണ കുപ്പി വൃത്തിയാക്കാണെന്ന് കേസ്, അത് വൃത്തിയാക്കി എടുത്തു. കാരണം അത് കുറേ പ്ലാസ്റ്റിക് ആണ് അതിനകത്ത്. എണ്ണയിൽ പ്ലാസ്റ്റിക് ആണെന്ന് നിങ്ങൾ കഴിഞ്ഞ ദിവസമായിട്ട് വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ട്. ഡേമിൽ ഇല്ല നിശു
കാരണം പ്ലാസ്റ്റിക് ആയിരുന്നു ഉണ്ടായിരുന്നത്. എണ്ണ പൊട്ടിച്ച് വെച്ചിട്ട് അത് അടിയിൽ ഇങ്ങനെ അടിഞ്ഞു കൂടി കിടക്കാം, എണ്ണയിൽ മുട്ടാതെ. അത് പ്ലാസ്റ്റിക് അവർ ഉരുക്കി വെച്ചിട്ടാണ് ഉരുക്കിയത്. അപ്പോൾ സാധനം അങ്ങനെ തണുപ്പുണ്ടായതാണെങ്കിൽ എല്ലാം ആവും ഒരു നിമിഷം. അല്ലെങ്കിൽ അടുപ്പിനടുത്ത് വെക്കുമ്പോൾ വെള്ളമാവും. പാത്രം ചട്ടിയിലായ ശേഷം ഉരുക്കുന്നത് അത് പ്ലാസ്റ്റിക് അതിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ നമ്മൾ എണ്ണയൊക്കെ അങ്ങനെ സൂക്ഷിക്കാം. പിന്നെ എണ്ണ വാങ്ങിക്കി ഉപയോഗിക്കുന്നവർക്ക് ആദ്യം ഇതുപോലത്തെ ഒരു ഗ്ലാസ് കുപ്പിയിലോ കേരളത്തിൻ്റെ മറ്റേ സപ്ലൈ എണ്ണ കേര. അപ്പോൾ ആ എണ്ണ നിങ്ങൾക്ക് വാങ്ങുന്നതിന് ഉപയോഗിക്കുമ്പോൾ ആദ്യം പ്ലാസ്റ്റിക് കുപ്പിയിൽ വെച്ച് ഒഴിച്ച് നോക്കിയിട്ട് അത് സപ്ലൈ പൂർണ്ണ ആ കേര. നീ വീട് തന്നെ വാങ്ങിച്ചാൽ വേറെ വാങ്ങിച്ചാൽ പോലെ വിലക്കുറവോട് വാങ്ങിക്കും കിറ്റിനോട് കിട്ടിയത്. അപ്പോൾ കിറ്റിനോട് കിട്ടിയതൊക്കെ നിങ്ങൾക്ക് കിറ്റ് വാങ്ങുന്നുണ്ടെങ്കിൽ സൂക്ഷിക്കാം. പ്ലാസ്റ്റിക് ഒരുക്കി വെച്ചിട്ടാണ് എണ്ണ തരുന്നത്. സൂക്ഷിക്കാം. വെള്ള കളറിൽ കാണുന്ന അരി സാധനം നല്ല അരി നല്ല അരിയല്ല. അത് ശരിക്കും ഉള്ളത് ഏറ്റവും വലിയ കെമിക്കൽ അരിയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഒരു നിമിഷം പെട്ടെന്ന് കുളിക്ക് ഇതിൽ ഒരുക്കി പോകും. കുളിക്ക് കളർഫുള്ളായിട്ട് കളഞ്ഞ് കുപ്പി ഒരുക്കി പോകും. ചൂടാണ് പ്ലാസ്റ്റിക് കുപ്പിയാണ്. നമുക്ക് ചില്ലിൻ്റെ കുപ്പി വേണം. ഒരു നിമിഷം ചില്ലിൻ്റെ കുപ്പി വാങ്ങി സെറ്റാക്കി എടുത്ത് നോക്കണം. ഇതിന് വേണ്ടിയിട്ട് എണ്ണ വിഷയം വെക്കാനായിട്ട് ചില്ല് കുപ്പി സെറ്റാക്കി എടുത്താൽ നല്ലത്. കാരണം പ്ലെയിനൊക്കെ പോകും. അത് നോക്കിയിരുന്നാൽ ഫുഡ് കഴിക്കാൻ പറ്റൂല. സ്മെല് പോയില്ലേ? കുറച്ച് നേരം തുറന്ന വായിൽ വെക്ക്. ഒന്നുകൂടി കുടിച്ചിട്ട് തുറന്ന വായിൽ വെക്ക്. ശ്രുതി 9 പ്രാവശ്യം ചുടു വെച്ചിട്ട് 2 കുപ്പിയാണ് നമുക്ക് നശിച്ചത്. ഒരു കുപ്പി ഫുള്ളായിട്ട് ശ്രുതി ഉരുക്കി നശിപ്പിച്ചു കളഞ്ഞ്. ഇത് രണ്ടാമത്തെ കുപ്പിയാണ്. ഇത് നശിപ്പിക്കാതിരിക്കാണ് ഞാൻ പെട്ടെന്ന് കളി പറഞ്ഞത്. ഇത് നശിപ്പിച്ചാൽ വെള്ളം ഒഴിക്കാം. എണ്ണയ്ക്ക് കുപ്പിയില്ല. ചൂടായി തുടങ്ങിട്ടോ. കളഞ്ഞ് കുപ്പി സൈഡ് ഇതായി തുടങ്ങിയില്ല. ചെറുതായിട്ട് ആയി ഇല്ലേ? ഉരുക്കി നോക്കൂ ഗൈസ്. ആ കുപ്പി തേങ്ങ ഉരുക്കി ഗൈസ്. എന്തായാലും ചെറുതായിട്ട് ഉരുക്കി അല്ലേ? ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം അമ്പലത്തിൽ പോയപ്പോൾ അവിടെ തേങ്ങ പൊട്ടിച്ച് വെള്ളം കളയണത് വെറുതെ അവർ കുക്കിനോട് വെച്ച് തേങ്ങ അങ്ങനെ തേങ്ങ നല്ലതാണ്. അങ്ങനെ തേങ്ങ എടുത്തിട്ട് വന്ന് ആ വെള്ളം തേങ്ങപ്പോൾ കുപ്പിയിലേക്കാൻ നോക്കുകയാണ്. കുപ്പിയിൽ വെച്ച് വെച്ചിട്ട് നമുക്ക് പഞ്ചസാര ഇട്ട് വെച്ച് വെച്ച് കഴിഞ്ഞാൽ കള്ള് പോലെ ആവുമല്ല. അത് ഉപയോഗിച്ച് അപ്പം ഉണ്ടാക്കി അതിൻ്റെ കൂടി ടേസ്റ്റാണ്. എന്താ വെച്ചു. അപ്പോൾ അതാണ് പ്ലാൻ. അതുകൊണ്ട് നേരിട്ട് എടുത്താണ്. കുപ്പിയിലാക്കട്ടെ. കുടിച്ചു എങ്ങനെയുണ്ട്? കുടിച്ച് നോക്കിയില്ലേ? കള്ളായിട്ട് അവിടെ കുടിച്ച് നോക്ക്. മണമെന്നാ പണ്ട് ഞങ്ങൾ ഓഫ്ലൈനിലിരിക്കുമ്പോൾ എല്ലാവരും ഒരു പരിപാടി. അന്ന് ശനിയാഴ്ച അപ്പമാണ്. ശനിയാഴ്ച അപ്പമാണ്. അപ്പം ചട്ടി ഉണ്ടാക്കണം. അപ്പോൾ ദോശക്കല്ല് ഉണ്ടാക്കണം. അപ്പം അപ്പത്തിന് വേണ്ടിയിട്ട് ഞങ്ങൾ തേങ്ങ കൊണ്ട് ഇടയ്ക്ക് ഇതാക്കി മിക്സ് വെക്കും. എപ്പോഴും വെക്കുന്നില്ല, ഇടയ്ക്കൊക്കെ വീതി കൂടിയാ ഗൈസ്. അസല് കള്ളല്ലേ എൻ്റെ മുന്നോ. പണ്ട് വീട്ടിൽ കള്ളപ്പത്തിൽ കള്ള് വാങ്ങുമ്പോൾ ഇടയ്ക്കൊന്ന് 4 രുചി നോക്കിയിട്ടുണ്ട്. അതിൻ്റെ ടേസ്റ്റ് ഓഫ് ഫീലാണ്. ഞാൻ അങ്ങനെ കള്ളുടി കാണുന്നില്ല കേട്ടോ ഗൈസ്. അതോട് പറഞ്ഞേക്കാം. ഞാൻ മദ്യപിക്കൂല. പിന്നെ ഈ വീട്ടിൽ കള്ളപ്പണ്ടാക്കി കൊണ്ട് വാങ്ങിക്കുമ്പോൾ പ്രാവശ്യം എടുത്ത് ടേസ്റ്റ് നോക്കി നമ്മളിരുന്നാണ് അടിയിട്ടുണ്ട്. കള്ളുടിക്കുള്ള അപ്പനെപ്പോഴും വെച്ച് അടിയിട്ടുണ്ട്. അത് വേറെ കാര്യം. ചെറുപ്പത്തിലാണ്. തെറ്റാണ്. ഞാൻ തെറ്റാണ് സപ്പോർട്ട് ചെയ്യൂല. പക്ഷേ കുറേ വർഷം മുമ്പ് ചെറുപ്പത്തിൽ കുടിച്ച് നോക്കിയ രുചിയാണ്. പക്ഷേ ഇത് കുടിച്ചപ്പോൾ അതേ രുചി തന്നെ. വ്യത്യാസമൊന്നുമില്ല. ചെറുതായിട്ട് വ്യത്യാസമില്ല അല്ലേ? പക്കിയായിട്ടുണ്ട്. അതന്നെ സാധനമുണ്ട്. കള്ളിരിക്കുന്നവർ വീര്യം കൂടും പറഞ്ഞില്ലേ? അതുപോലെയാണ് വൈനിരിക്കുന്നവർ വീര്യം കൂടില്ല. അതുപോലെ കള്ളും ഇരിക്കുന്നവർ വീര്യം കൂടും. സംഭവം കൊള്ളാം ഗൈസ്. നിങ്ങൾ ട്രൈ നോക്കുക. ഇത് നമ്മളെ ഒരുപാട് തേങ്ങ പൊട്ടിച്ച് കുക്ക് ചെയ്ത് ഞങ്ങൾ കുടിക്കാൻ വെള്ളം പോയി ചോദിച്ചിട്ടും വെള്ളം ഇല്ല. തിളച്ച വെള്ളം. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ദാഹിച്ച് നമുക്ക് എന്ത് കിട്ടിയാൽ കുടിക്കുമല്ലോ. അങ്ങനെ തേങ്ങ വെള്ളം കുടിച്ച് അപ്പോഴാണ് കുപ്പിയിൽ നിറച്ച് ആ കുപ്പിയിൽ നിറച്ചതാണ് ഈ കാണുന്നത്. ആരോ കുടിച്ച കുപ്പി. ആരോ കുടിച്ച കുപ്പിയല്ല. നമ്മള് ഉണ്ണി കണ്ണനൊക്കെ ചേർന്ന് വാങ്ങിച്ച കുപ്പിയാ. ആണ് ആ കുപ്പി ഞങ്ങൾക്ക് തന്നു വെള്ളം നിറയ്ക്കാനായിട്ട്. ആ വെള്ളം നിറയ്ക്കാൻ കുപ്പിയിലാണ് നീ നിറച്ചു വന്നത്. തേങ്ങ വിചാരിച്ച് ഞാൻ കുപ്പി താഴത്തുനിന്ന് പെറുക്കി കൊണ്ടുവന്നാണ്. താഴത്ത് പെറുക്കി കൊണ്ടുവന്ന കുപ്പിയല്ല. ഞങ്ങൾ അവിടെ എല്ലാവരും കൂടി പിള്ളേരും കൂടി ചെന്ന് കുടിക്കാൻ വേണ്ടി വാങ്ങിച്ച കുപ്പിയുടെ വെള്ളം തീർന്നപ്പോഴാണ് നിറയ്ക്കാൻ വേണ്ടി തേങ്ങ കുപ്പി എടുത്തിട്ടത്. എന്ത് ചെയ്യുന്നു? ബഡ്സിട്ട് മിക്സി ക്ലീൻ ചെയ്യണം തേങ്ങ. എന്തായാലും ക്ലീൻ ചെയ്യല്ലേ? അത് ചെയ്യാനുള്ളൊരു മൈൻഡ് ഉണ്ടല്ലോ. അത് വലിയ കാര്യം. ഇന്ന് മഴയൊക്കെ പെയ്ച്ച് കുറവ്. ഇന്നലെ രാവിലെ നേരത്തെ വെച്ച് തുടങ്ങിയിട്ടാണ് മഴ പെയ്തത്. ഇപ്പൊ കഴുകി കൊണ്ടുവന്ന പാത്രം മൂടി നനച്ചെടുക്കാണ്. കഴുകി വെച്ചത് വീണ്ടും നനച്ചെടുത്ത് ഉപയോഗിക്കാന്നാണ് ശ്രുതിയുടെ ഒരു രീതി. നനച്ചെടുക്കാൻ മീൻസ് ഒന്നും കൂടി ഒന്ന് കഴുകി പൊടി വല്ലതും കൊണ്ട് കളയാൻ വേണ്ടി നോക്കുകയാണ്. അല്ല നിശു? ശ്രുതി ഉദ്ദേശിക്കുന്നത്. എന്നാലും ശ്രുതിക്ക് ഇച്ചിരി വൃത്തിയുണ്ടെന്ന ശ്രുതിയുടെ വിചാരം. ഉണ്ട്. വൃത്തിയുണ്ട് നോക്കി പിടിപ്പിക്കും.
ഇന്നലെ വാങ്ങിച്ച മുളക് പൊടിയാണ്. പിന്നെ ആ കുപ്പി അത് കഴിഞ്ഞ ദിവസം ഉത്സവത്തിന് പോയപ്പോൾ ആ കുപ്പി അല്ലേ? ആ കുപ്പി എന്ത് അതെടുത്ത് ഉപയോഗിക്കേ. ആ കുപ്പി ഞാൻ കാണിച്ചു തരാം ഗൈസ്. എന്തേ ഇരിക്കുന്നത് ഈ കുപ്പി ഒരാൾ 50 രൂപയ്ക്ക് വാങ്ങിച്ച കുപ്പിയാണ് ഗൈസ്. ഈ കുപ്പി കണ്ടോ? 50 രൂപയ്ക്ക് വാങ്ങിച്ച മീൻസ് 50 രൂപയ്ക്ക് വാങ്ങിച്ച മീൻസ് അവിടെ ബോൾ ഇടാനുള്ള സംഭവത്തിൽ ബോൾ ഇട്ടിട്ട് ശ്രുതി വാങ്ങിച്ചതാണ് 50 രൂപയ്ക്ക് ഈ കുപ്പി. പിന്നെ സോപ്പൊട്ടി ഉണ്ട്, അതും 50 രൂപയ്ക്കാണ്. അപ്പോൾ 100 രൂപ വന്നിട്ടുണ്ട്. പിന്നെ ഈ 10 രൂപയുടെ സോപ്പൊട്ടിയും 50 രൂപയ്ക്കാണ് ഉണ്ടാക്കിയത്. മൊത്തം 50 100 രൂപ വന്നിട്ടുണ്ട് രണ്ടിനും കൂടിയായിട്ട്. എന്തായാലും 100 രൂപയ്ക്ക് സോപ്പൊട്ടിയും കുപ്പിയും വാങ്ങിച്ചത് എന്നൊരു സന്തോഷമുണ്ട്. പക്ഷേ 10 രൂപയുടെ സോപ്പൊട്ടി 50 രൂപയ്ക്കും 10 രൂപയുടെ കുപ്പി 50 രൂപയ്ക്കും വാങ്ങിച്ച ലോകത്തെ ആദ്യത്തെ ഒരു മണ്ടത്തിൽ തേങ്ങിയിരിക്കും. അതല്ലേ സത്യം. ഇത് കണ്ടോ പഞ്ഞിക്കെട്ട് തിന്നാള. ഇത് ഞാൻ ആ വീട്ടിൽ പണിക്ക് പോയപ്പോ എനിക്ക് തന്നതാണ്. ഇതെന്താ സംഭവം വെച്ചാല് വേറെ എന്തിന്റെ ഡപ്പയാണ് കേട്ടതാ. കണ്ടോ? ഇനിയിപ്പോ അതാണെന്ന് പറയരുത്. അതല്ല ഈ മഫിൻ ഹൗസ് ഇതിനകത്ത് ഇട്ട് തന്നതാണ് അവര്. ഈ സാധനം എന്താ വെച്ചാല് താമര വിത്ത്. എന്താ ഗുണം? ഗുണം എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഇതെന്താ ഡയറ്റിനൊക്കെ ആഡ് ചെയ്യുന്നതാണ്. പക്ഷെ ഞാൻ വിചാരിച്ചു വല്ല ചമർപ്പോ അങ്ങനെ വല്ലതും ഉണ്ടാവുന്നു. പക്ഷെ ഇത് കഴിക്കുമ്പോ നമ്മളെ പൊരിയൊക്കെ കഴിക്കൂലേ, ആ ടേസ്റ്റാ. അതാണ് പോ നീ ഇപ്പൊ 2-3 ഒന്നല്ല പോ നോക്കി പിടിപ്പിക്കുന്നുണ്ട് ഗൈസ്. ശ്രുതി പോലെ കട്ടൻ ചായ കൊണ്ടുവന്നു ഗൈസ്. ഞാൻ കട്ടൻ ചായ അല്ല കട്ടൻ കാപ്പിയിൽ വെച്ചു. അപ്പോൾ ഞാൻ ശ്രുതിയും കുടിച്ചു. ശ്രുതി പച്ചക്കറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സാമ്പാറിനോട് പച്ചക്കറി കഴിഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ചായക്കകത്ത് ഞാൻ റസ്കിൻ്റെ കഷ്ണം മുക്കിയപ്പോൾ റസ്ക് ഒടിഞ്ഞു വീണു ഗൈസ്. അങ്ങനെ കട്ടൻ കാപ്പിയിൽ റസ്ക്കായി. കുഴപ്പമില്ല, അത് ഞാൻ തിന്നും. എന്തായാലും ശ്രുതി പച്ചക്കറി കഴിഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ പുറത്തിറങ്ങട്ടെ, ഇവിടെ നിന്ന് കാണൂല. അപ്പുറത്തെ കാണിച്ചില്ല. അങ്ങനെ സാമ്പാറിനോട് പച്ചക്കറി കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇത്രയും പച്ചക്കറി സാമ്പാറിനുള്ളതല്ല, തോരനുണ്ട് സാമ്പാറിനുണ്ട്, രണ്ടിനും കൂടി ചേർത്തുള്ളതാണ്. അപ്പോൾ ഫസ്റ്റ് സാമ്പാറിന് അരി വെച്ചിട്ടാണ്. സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി ആയതാണ്. പിന്നെ നമുക്ക് ചോറ് വെച്ചിട്ട് പിന്നെ രാവിലത്തേക്ക് ശ്രുതി ഉപ്മാവ് ഉണ്ടാക്കാൻ നോക്കിയിട്ടുണ്ട്. ഉപ്മാവും സാമ്പാറോട് കഴിക്കാൻ ടേസ്റ്റാണ്. പരിപ്പ് വന്ന് സാമ്പാർ കഷ്ണം പെട്ടെന്ന് ആവും. അതുകൊണ്ട് പെട്ടെന്ന് ആവും എന്നൊക്കെ പറയണം. സമയം 10 മണി നോട്ടെ. സമയം 10:10 ഉച്ചയ്ക്ക് കഴിക്കാന്നൊക്കെ. തേങ്ങ ഇങ്ങനെ കേസ് എപ്പോഴും. അങ്ങനെ സാമ്പാറായത് ഷാവാറായി ഗൈസ്. അവളുടെ മൊബൈലിൽ സിനിമയും വെച്ചിട്ട് സാമ്പാർ ഉണ്ടാക്കുകയാണ്, കുക്ക് ചെയ്യാണ്. എല്ലാവരും വെച്ച് നടക്കട്ടെ എന്ന് വെച്ചു. എന്തെങ്കിലും എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ കുക്ക് ചെയ്യാനൊക്കെ ആയിട്ട്. അതാണ്. പിന്നെ ഗൈസ് ഈ സാമ്പാറിൻ്റെ റെസിപ്പി നമ്മുടെ യൂട്യൂബ് ചാനൽ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം ട്രൈ ചെയ്ത് നോക്കണം. അല്ലെന്ന് വെച്ചു നോക്കട്ടെ. പറ്റിയ അതിൻ്റെ റെസിപ്പി ഇവിടെ അവിടെ ഐ ബട്ടണിൽ കൊടുക്കാൻ നോക്കാം. പറ്റിയില്ലെങ്കിലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ യൂട്യൂബ് ചാനൽ നോക്കിയാൽ കാണാൻ പറ്റും സാമ്പാർ റെസിപ്പി. സാമ്പാർ പച്ചക്കറിയൊക്കെ എടുത്ത് അടുപ്പ് വെച്ച് കഴിഞ്ഞു. ഇനി അടുത്തത് തോരനാണ്. എന്താണെന്ന് വെച്ചു തോരനുണ്ട്. വെണ്ടയ്ക്കാണ് ഗൈസ്. വെണ്ടയ്ക്ക ഫുള്ള് സെറ്റാക്കി എടുക്കുകയാണ്. സാമ്പാറിന് വെണ്ടയ്ക്കിട്ടാ അതെന്താ അടുത്ത് താളിക്കൂടാനാ? ഓക്കെ. സാമ്പാർ താളിക്കുമ്പോൾ വെണ്ടയ്ക്ക ഇടും. സാമ്പാറിന് വെണ്ടയ്ക്കില്ലെങ്കിൽ സുഖം ഉണ്ടാവില്ല. മുരിങ്ങക്കോൽ കിട്ടിയില്ലല്ലോ ഇപ്രാവശ്യം. അതാണ് തേങ്ങ കിട്ടിയില്ലേ? സാമ്പാറിന് തേങ്ങ തരുമോ? ഇവിടെ അത് തേങ്ങ കിട്ടിയിരുന്ന തേങ്ങയുടെ ഓരോരോ ടൈപ്പ് ഗൈസ്. ഈ തെങ്ങിന് തേങ്ങ വീണു. തേങ്ങ എടുക്കാൻ വേണ്ടി ഇപ്പോൾ ശ്രുതി എടുക്കാൻ വേണ്ടി പോയിക്കാം. ഒറ്റയ്ക്ക് സൂക്ഷിച്ചു പോട്ടാ. ഞാൻ ഇവിടെ നിൽക്കാം. എടുത്തിട്ട് വാ. അതിന് എന്നെ വിളിച്ചു വയസ്സ് വയ്യാത്ത തന്നെ ഇങ്ങനെ നടത്തിക്കാൻ നോക്കാം. തേങ്ങ ഈ വഴി കൂടെ നടക്കാൻ വെച്ചിട്ട് പാടാണ്. എന്താണെന്ന് വെച്ചോ പന്നീടെ കാൽപ്പാട്. അതെ പന്നീടെ കാൽപ്പാട്. എന്നിട്ട് പോയിട്ടോ. കണ്ടോ തേങ്ങ കണ്ടോ ഇവിടെ കിടക്കുന്നത്? കൊലയോടെ വേണം ഉറപ്പാ. കൊല 1-2 മാറിപ്പോയിണ്ടാവും ദൂരത്ത്. അത് നോക്കിയെടുക്ക്. അതാണ് എന്ത് നിനക്ക് എക്സ്പീരിയൻസ് ഇല്ല. പിന്നെന്താണ്? നീ പന്നി തന്നെയാണ്. നീ പന്നി തേങ്ങയാണ്.
തേങ്ങാപ്പത്തി. ഓ ഇടയ്ക്കൊന്ന് നോക്കണേ. ആ അതൊക്കെ പന്നി കൊണ്ടുവയ്ക്കുന്നത്. അത് കഴിഞ്ഞ ദിവസം തേങ്ങയാണ്. ആ കഴിഞ്ഞ ദിവസം തേങ്ങ പന്നി പൊതിച്ചു വന്നിട്ടുണ്ട്. എത്ര തേങ്ങയുണ്ട്? 2 10 ഉണ്ടോ? ആ അതോടെ വീണല്ലേ? അത് വീണില്ലാന്ന് പരാതി ഒന്നുമില്ല, വീണല്ല. ഇനിയിപ്പോൾ താഴെ വേറെ എവിടെ നോക്ക്. ആ വീട് എടുക്ക്. എന്നാലും നമുക്ക് തേങ്ങ ഇടാൻ വേണ്ടി ഒരാൾക്ക് 60 കൊടുക്കണം, ഒരു തേങ്ങയ്ക്ക്. അല്ല ഒരു തെങ്ങ് കയറാൻ. ആ പൈസ നമുക്ക് ലാഭിക്കാം. പക്ഷെ നേരത്തെ നോക്കണേ, ഇപ്പോൾ ഒരു കാര്യമില്ല. എപ്പോൾ ഞാൻ കഴിച്ച പറഞ്ഞാലേ വീണ് ഇന്നലെയൊക്കെ ഞാൻ പറഞ്ഞാൽ തേങ്ങ കൊണ്ടുവന്ന്. അപ്പോൾ ഇറങ്ങി നോക്കണ്ട, ഇറങ്ങി നോക്കാൻ പറഞ്ഞാൽ മതി, അപ്പോഴേ കാണുള്ളൂ. ഇവിടെ തേങ്ങയൊക്കെ പന്നുകൊണ്ട് കേസ്, കുറേ തേങ്ങ പന്നുകൊണ്ടിട്ട് കേസ്. ആ തേങ്ങ ഒന്ന് പറയണത്. അങ്ങനെ 3 തേങ്ങ കിട്ടിയിരിക്കുകയാണ്. അല്ല ഉണങ്ങി നിൽക്കുക, അത് ഒട്ടേന്ന് തോന്നുന്നു. ഒരെണ്ണം പേട്ട് തേങ്ങയാന്ന് തോന്നുന്നു. ഉണങ്ങി വരണ്ട് ആയിട്ടുണ്ട്. വേറെ തേങ്ങ ഡെയിലി പറമ്പിൽ കൊണ്ട് നോക്കാമെന്ന് തേങ്ങ കേൾക്കൂല. നോക്കിയിരുന്നെങ്കിൽ ഇഷ്ടംപോലെ തേങ്ങ കിട്ടിയാണ്. കുറേ തേങ്ങ പന്നി കൊണ്ടുപോയി കേസ്. അത് എവിടെയൊക്കെ പോയിച്ചിട്ടുണ്ട്, അതൊക്കെ പന്നി കൊണ്ടുപോയതാണ്. ആ അങ്ങനെ ശ്രുതി സാമ്പാറിൻ്റെ പുളി അരച്ചോണ്ടിരിക്കുകയാണ്. പെട്ടെന്നാവോ? എനിക്കത് വിശക്കുണ്ടിട്ടാ. സമയം ഇത്ര 11:30 ഇത്രയാണ് ഭക്ഷണം കഴിച്ചില്ല രാവിലത്തെ. പാവോ അതെ, പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് ഒതുങ്ങി കുളിച്ചിട്ട് താഴത്ത് പോകാനായിട്ട്. പോകണ്ടേ? ആ ഇങ്ങനെ കണ്ണടിച്ചോണ്ടിരുന്നു ലൈറ്റ് എന്താ മടി പിടിച്ചിട്ട്. നീ ഇങ്ങനെ സമയം കണ്ടു കാര്യമില്ലല്ലോ. ഫാസ്റ്റ് അടിച്ചേ, ഫാസ്റ്റ് അല്ല എക്സ്പ്രസ് അടിച്ച് ചെയ്യണം. മെഷീൻ ആകണം. ആ മെഷീൻ ആവും തേങ്ങ ആസ്പത്രി. ഇന്ന് ശ്രുതി വേറെ രീതിയിലാണ് സാമ്പാർ വെക്കണത്. എന്തോ ശ്രുതി സാധാരണ ഉണ്ടാക്കുന്ന സാമ്പാർ എനിക്ക് ഇഷ്ടപ്പെട്ടതാണ്. ഇതിപ്പോൾ എങ്ങനെ എനിക്ക് അറിയാൻ പാടില്ല. കഴിച്ചോട്ട് പറയാം. അല്ല നിഷു? ഓ ഇതൊരു പുച്ഛഭാവം. ആയിക്കോട്ടെ, നീ നിന്റെ കുക്കിങ്ങിൽ കോൺസെൻട്രേഷൻ ചെയ്യ്. എന്നെ കൊഞ്ചിപ്പിക്കാൻ നിന്നോട് ഞാൻ പറഞ്ഞില്ലല്ലോ തേങ്ങ. എന്നെ ഓടിക്കണം കേസ്. സ്നേഹമില്ല കേസ്. സ്നേഹം ഇങ്ങനെ ഓടിക്കില്ലല്ലോ. സാമ്പാറ് കടുക് താളിച്ച് വെച്ചിട്ട് ഒരിടപ്പിൽ സാമ്പാറിന് കടുകൂട്ടിക്കാണ്. അപ്പുറത്തെ അടുപ്പിൽ തീ കത്തിച്ചിട്ടില്ല. അവിടെ തോരനുണ്ടാക്കാൻ കഴിച്ചാൽ വേണ്ടി പോകണം അല്ലേ? തോരനാണ് മെഴുക്കുവരട്ടിയാണോ? വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി. വെണ്ടയ്ക്ക തോരനേക്കാളും ഇഷ്ടം ബെസ്റ്റ് മെഴുക്കുവരട്ടിയാണ് അല്ലേ? എനിക്ക് വെണ്ടയ്ക്ക മെഴുക്കുവരട്ടി ഇഷ്ടം തോരനേക്കാളും. സാമ്പാറിനോട് വെണ്ടയ്ക്കാണ് ശ്രുതി ഇതായിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റാണ്. നമ്മുടെ റെസിപ്പി നോക്കി ട്രൈ ചെയ്ത് നോക്കാം. അതെന്ന് വെച്ചു ഇതിനേക്കാളും പൊടിയായിട്ടുള്ള റെസിപ്പിയാണ് സാധാരണ ശ്രുതി ഉണ്ടാക്കാറ്. ഇത് എങ്ങനത്തേക്ക് അറിയാൻ പാടില്ല. കഴിച്ചിട്ട് ഞാൻ പറയാം എങ്ങനെയാണ്. ഇന്ന് ശ്രുതി വേറെ രീതിയിൽ ഉണ്ടാക്കുന്നത്. കുഴപ്പമുണ്ടാവില്ല, അത് ഉറപ്പാണ്. എന്നാലും കഴിച്ചിട്ട് പറയാമല്ലോ ടേസ്റ്റ് എങ്ങനെയുണ്ടെന്ന്. രസമുള്ള സാമ്പാറാണോ? വെള്ളം പോലത്തെ? അല്ല നല്ല സാമ്പാറാണ്. നല്ല കൊഴുപ്പുള്ള സാമ്പാർ പച്ചക്കറി കുറവായിരിക്കും. പച്ചക്കറിയുടെ തോല് കളയൂല. അങ്ങനെ തന്നെ വെച്ചിരിക്കണേ ഞാൻ. അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അയ്യോ പച്ചക്കറി തോല് കളഞ്ഞിട്ടില്ല കേസ്. കഴിഞ്ഞാൽ അത് വെന്ത് വരുമല്ലോ. അപ്പൊ കടിക്കാന് ആ തോല് മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കി എല്ലാം വെന്ത് ഉണ്ടായി. അപ്പൊ അതിങ്ങനെ ചോറിനോട് തിന്നുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. ആയിക്കോട്ടെ. അപ്പുറത്തടുപ്പ് കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫാസ്റ്റ് എണ്ണ വയ്ക്കും, അത് കരിയാറായി. ഉപ്പുമാവാണോ എത്തുണ്ടാക്കുന്നത്? ആ ശരി. സാമ്പാർ പാവും 6 ചേഞ്ച് നോക്കിക്കൊണ്ടിരുന്നപ്പോ തേങ്ങ വീണെന്ന് പറയണ. തേങ്ങ എടുത്തോ. ഉണ്ടോ ഗൈസ്? ഓ മൈ ഗോഡ്. ഓക്കെ ദോടക്കണ് ഇപ്പോഴൊന്നും വീഴരുത്.
ദോ ആ മൂലയ്ക്ക് കേട്ടാ. വാ, അത് നല്ല തേങ്ങ ഉള്ളതിൽ നല്ല തേങ്ങ, അത് മാത്രമേ ഉള്ളൂ. അതാ വാ, എന്താ രാജ വരട്ടെ. അത് തടം എടുത്തതാണ് നമ്മള് കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ സാമ്പാറായി, ഞാൻ മല്ലിച്ചപ്പ് കഴുകി ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ബാക്കി പരിപാടിക്ക് പോട്ടെ. സാമ്പാറിനുള്ള മല്ലിച്ചപ്പ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ള മല്ലിച്ചപ്പ് വേണമെങ്കിൽ എടുത്തിട്ടോ കൂടിയോ. പാസ്തയ്ക്ക് നമുക്ക് പുതിയ മല്ലിച്ചപ്പ് വാങ്ങിട്ട് വരാം. ശ്രുതിക്ക് മാക്രോണി കിട്ടിയിട്ടുണ്ട്. പാസ്ത ഉണ്ടാക്കാൻ മാക്രോണിയാ മാക്രോണി. അത് പാസ്ത ഉണ്ടാക്കാൻ വേണ്ടി ഇന്ന് ഉണ്ടാക്കുന്നില്ല, അത് വേറെ ദിവസം ടൈമിൽ ഫിക്സ് ചെയ്യാം. അതെന്ന് ഷോ കാരണം പൈസ കൊടുത്തില്ലെങ്കിൽ കുറെ സാധനം ഇങ്ങനെ വീട്ടിൽ നിന്ന് അവർ ഉപയോഗിച്ചിരുന്ന സാധനം നമുക്ക് തന്നോട്ട് കടലിൽ കെട്ടി 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 ഇങ്ങനെ തന്നു. അങ്ങനെ കുറച്ച് കടല ഇരിപ്പുണ്ട് 2 പാക്കറ്റില് അത് പൊട്ടിച്ചതാണ്. അത് പൊട്ടിച്ച് ഉപയോഗിച്ചത് ബാക്കി കുറച്ചുണ്ട് അങ്ങനെ. അപ്പൊ പിന്നെ പുട്ടുപൊടിയുണ്ട്, അവര് തന്നെ റവ യൂസ് ചെയ്തത്. അപ്പൊ കുറച്ച് സാധനങ്ങളൊക്കെ അതാണ് തരുന്നൊക്കെ നമുക്ക് ഉപകാരപ്പെടില്ല എന്നുവെച്ചു. അതുകൊണ്ട് നമുക്ക് അത് കൂടി ഉണ്ടാക്കാം. അത് നമ്മൾ വേറെ ദിവസം ഉണ്ടാക്കാം. അത് ആ സമയത്ത് ഡയമണ്ട് ലൈഫിൽ കാണിക്കുന്നതായിരിക്കും എന്താ വെച്ചു. അങ്ങനെ ശ്രുതി കുപ്പി ക്ലീൻ ആക്കിയതിൽ എണ്ണ വയ്ക്കാണ്. നമ്മൾ നോക്കിക്കോ ഗൈസ്, പ്ലാസ്റ്റിക് ഉണ്ടോ ഞാൻ കാണിച്ചു തരാം. നോക്കാം ഉണ്ടാവില്ല എന്നൊക്കെ. സർക്കാരിൻ്റെ എണ്ണയല്ലേ, എല്ലാത്തിലും ഉണ്ടാവും. നമ്മൾ വിചാരിക്കും പോലെയല്ല ഗൈസ്. അത് ഒഴിച്ച് കഴിഞ്ഞു. ബാക്കിയുള്ള പിന്നെ കുക്കിങ്ങിന് ആവശ്യമൊക്കെ എടുത്തിട്ട് പിന്നെ അങ്ങനെ അടച്ച് മടക്കി വെക്കും അല്ലേ നിശു. ഇതിപ്പുറത്തേക്ക് പ്ലാസ്റ്റിക് ഉണ്ടോ മടക്കി നോട്ട് അടപ്പടച്ച് നോട്ടെ. പ്ലാസ്റ്റിക് ഇല്ലേ ഇപ്പോൾ വന്നിട്ടില്ല. ഇനിയിപ്പോ ശരിക്കും വെളിച്ചെണ്ണയ്ക്ക് എന്ത് കളറാണെന്ന് അറിയാമോ? എന്താ ഈ ഒരു ഓറഞ്ച് പോലത്തെ ഒരു കറുത്ത കളറല്ലേ പാമോയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാ ഇങ്ങനെ സ്മോക്കി പോലെ ഉണ്ടാവും എണ്ണ, കഞ്ഞിവെള്ളമൊക്കെ ഇരിക്കും. അപ്പോൾ സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി അരിഞ്ഞ് സെറ്റാക്കിയിട്ട് അടിച്ച് ചോപ്പ് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ട് ഉപ്പാവ് ഉണ്ടാക്കാം. അതെന്ന് വെച്ചോ. അതെ അതെ, ഞാൻ എന്തായാലും പച്ചമുളക് നന്നായി കൊടുത്തിട്ടുണ്ട്. പച്ചമുളക് നന്നാക്കാൻ എൻ്റെ ജസ്റ്റ് കഴുകിയിട്ട് കമ്പൊക്കെ കളഞ്ഞ് ഇതാക്കാന്നുള്ളൂ. സവാളയൊക്കെ ഞാൻ നന്നായി കൊടുത്തത്, വെളുത്തുള്ളി ഞാൻ നന്നായി കൊടുത്തു. അതാണ് അവരെ ഓർക്കും വീണ്ടും. അതാണ് അതുപോലെ തന്നെ മിക്സി എടുക്കുമ്പോൾ നമ്മൾ ശിവാനി ഓർക്കും, പിന്നെ ഗ്യാസ് എടുക്കുമ്പോൾ ഓർക്കും, പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി എന്താ ടേബിൾ എടുക്കുമ്പോൾ ശാലിച്ച് ഓർക്കും, പിന്നെ ചട്ടി കാണുമ്പോൾ നമ്മൾ ആദ്യം ചിമിച്ചേട്ടന് ഓർക്കും, പിന്നെ നമ്മുടെ ഈ എല്ലാം ഓരോരുത്തർ നമുക്ക് വായിച്ചു തന്നുകൊണ്ട് നമുക്ക് സന്തോഷമാണ് എന്താ നിശു. എല്ലാം അങ്ങനെ തന്നെയാണ് ഇവിടെ ഇരിക്കുന്ന മിക്ക സാധനങ്ങളും. ഇത് ഞാൻ വാങ്ങിച്ചത് ഇപ്പോഴൊന്നുമല്ല, ഈ കലം വാങ്ങിച്ചിട്ട് കുറെ വർഷമായി. ഈ കലം വാങ്ങിക്കുന്നത് ഞാൻ കർണാടകയിൽ വർക്ക് ചെയ്യുന്ന സമയം, കുറെ വർഷമായിട്ടുള്ള സമയം. ഇത് മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം നാട്ടിലെടുത്തുള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ. അതിന്റെ കൂടെ വാങ്ങിച്ച 2 കിണ്ണ അതുകൊണ്ട് വേറെ ഒന്നും. അതെ അതെ, ബാക്കിയെല്ലാം നാട്ടിൽ ഇവിടെ കുടുംബക്കാരൊക്കെ തന്നെ, വേറെ ആരെടുക്കാൻ എടുത്തോണ്ട് പോയിട്ടാണ് പറയണത്. ഞാനത് ഇഷ്ടപ്പെട്ടാ, നിനക്ക് ആവശ്യമില്ലല്ലോ. ആളെ കക്കുന്ന ആവശ്യം ഉണ്ടോ ഇല്ലെന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അതാണ് വാങ്ങിച്ചത് നമ്മള് പൈസ മുടക്കിയതൊക്കെ നമ്മള് അത് വേണ വേണ്ടെന്ന് തീരുമാനിക്കുന്നത്. ഉപ്മാവ് പുറത്തൊക്കെ എന്നിട്ട് സാമ്പാർ പുറത്തൊക്കെ കാണിക്ക്. എന്താണ് ഷു പാട്ട് പാടിയതാണ്. എന്താണ് മുളക് പൊടിന്റെ കളർ എന്താ പറഞ്ഞ ആദ്യം എന്ന് പറഞ്ഞ് അല്ല ഞാൻ അങ്ങനെ പാട്ട് പാടും നല്ല സഹിച്ചേ പറ്റുള്ളൂ. അതുകൊണ്ട് ഐഡിയ സ്റ്റാർസിൽ നിന്ന് മത്സരിക്കാനൊക്കെ പോയിരുന്നെങ്കിൽ ശ്രുതി ഒരു വലിയ കലാകാരിയായേനെ അല്ലേ. അപ്പോൾ നിശ്ചിതേ നമ്മൾ ഉപ്മാവായിട്ടുണ്ട്. ഉപ്മാവ് വിളമ്പുകയാണ്. ഉപ്മാവും സാമ്പാറും ആണ്. വിശന്ന് കൂടുതൽ ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ശുചിതി ആവും എല്ലാവർക്കും. അതങ്ങനെയാണ്. അതെനിക്കിന്ന് മാത്രമല്ല, ലോകത്തെല്ലാ മനുഷ്യരും അങ്ങനെ തന്നെയാണ് തേങ്ങ. ഉച്ചയ്ക്ക് കൂടി കണക്കാക്കി കുറെ. ഉച്ചയ്ക്ക് കൂടി ചോറും ഒക്കെ എത്രയും വേണ്ടത്. നമ്മളൊന്ന് ഉച്ചയ്ക്ക് തന്നെ കഴിക്കുള്ളൂ. നമ്മളൊന്ന് കഴിക്കുമ്പോൾ വൈകിട്ടാവും. വേറെ കാര്യം നമ്മൾ രാവിലെ കഴിച്ചാൽ വൈകിട്ട് ഭക്ഷണം കഴിക്കാറുള്ളൂ. ഉച്ചയ്ക്ക് കഴിക്കാറില്ല. രാവിലത്തെ ഭക്ഷണം കഴിപ്പോൾ തന്നെ സമയത്ത് 12 മണി ഉച്ചയായി. അതാണ് വേറെ കാര്യം.
പിന്നെ നിൽക്ക് ചട്ടി കാലിയാക്കിയിട്ടുണ്ട്. എല്ലാം കണക്കിനാ വെച്ച് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി പാകത്തിനാ ആ പാത്രം വെച്ചത്. ഇനി സാമ്പാറോട് ഒഴിക്കാം, എന്നിട്ടത് കഴിക്കാം. വാ എൻ്റെ പൊന്നോ, എത്ര നേരത്തെ കാത്തിരിപ്പാണ് വർഷമായത്. വർഷങ്ങളായിട്ടുള്ള കാലം ആ എന്താ പൊട്ടത്? ഏറിയതാ. അയ്യോ, നമ്മുടെ തേങ്ങ വെള്ളം വെച്ചേക്കുന്ന പൈസ ഇവിടെ, അതിന് ഏറിയതാ. പൊട്ടിത്തെറിക്കോ തേങ്ങ ഗ്യാസായിട്ട് വീര്യം കൂടിയിട്ട്? ആർക്കറിയാം. കുഴപ്പമില്ല, ആ കുഴപ്പമില്ല, മതി മതി. എനിക്കുള്ള ഉപ്മാവ് കറി. താങ്ക് യു. നിശ്ച കൂടി എടുക്കട്ടെ. അങ്ങനെ നിശ്ചിത കഴിച്ചു തുടങ്ങി. ഞാൻ ഉപ്പധികം വേണ്ട, ചോറിനോ കറിക്ക് ഉപ്പിട്ട് കഴിക്കാം. ഉപ്പ് വേണം എടുത്തോ, കുറച്ച് കറിക്കിട്ട് കഴിക്കാം. ഞാൻ എടുത്തോട്ടെ മാറി, എനിക്ക് ഉപ്പ് വേണം. ഉപ്പില്ലെങ്കിൽ എനിക്ക് ഉപ്പ് വേണം. അതുകൊണ്ടാണ്. അപ്പോൾ കഴിക്കാം കേസ്. ഉപ്പ് കുറവാണ്, കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കാം. വെണ്ടയ്ക്ക മെഴുക്കോട്ടാൻ വേണ്ടി ഇത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേസ്. തോളാൻ പറ്റും ചൂടാ, അല്ലെങ്കിൽ അപ്പോൾ തുറന്ന് കാണിച്ചേ. ഇത് തുറന്നാൽ ഞാൻ ആയി പോയതുകൊണ്ട് ശ്രുതി ഒച്ചപ്പുണ്ടാക്കും. പിന്നെ ശ്രുതി പാത്രം ചെയ്യാൻ പോയിക്കാണ്, ഞാൻ കാണിച്ചുതരാം. ഞാൻ പാത്രമൊക്കെ കൊണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ശ്രുതി അത് കഴുകുകയാണ്. അപ്പോൾ വെള്ളം കൂടി കൊടുക്കട്ടെ, ഒരു ബക്കറ്റ് വെള്ളം കൊടുക്കണം. പാത്രം ഒരു ബക്കറ്റ് എന്തായാലും വെള്ളം വേണം. അപ്പോൾ വെള്ളം കൂടി കൊടുക്കാം. അപ്പോൾ പാത്രം കുറച്ചേ ഉള്ളൂ, അത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പരിപാടി തീർന്നല്ല. അപ്പപ്പോൾ അപ്പം കഴുകി വെച്ചാൽ നോക്കി അത്രയും പണി തീർന്നല്ലേ നിശു? ഇത് കഴിഞ്ഞിട്ടുള്ള അടുക്കത്തെ പണി അലമാര ഒതുക്കല്, അതൊരു വലിയ ടെറർ പണിയാ. അലമാര ബാക്ക് സൈഡിലൊക്കെ ഇതൊക്കെ സംഭവിച്ചേക്കണത്. അപ്പോൾ നമുക്കത് വൃത്തിയാക്കാണ്ട് നല്ല പണിയാണ്. അതുകൊണ്ട് പെട്ടെന്ന് എടുത്തിട്ട് പോകണം, ഇത് തീർത്തിട്ട് വേണം. അതുപോലെ ചെയ്യാനായിട്ട് തുണിയൊക്കെ ഞാൻ വലിച്ചേരി കൊടുക്കണം. ഇപ്പോൾ കുറച്ച് പണിയുണ്ട്, ഞാൻ വെള്ളം കോരട്ടെ. വെള്ളം കൂടി കൊടുത്താൽ പാത്രം വെള്ളമായല്ല. പിന്നെ എന്താ നിശു പണി? തോരനായാ വെണ്ടയ്ക്ക മെഴുക്കട്ടി ആയാ? കരിഞ്ഞാ? കരിയിച്ചല്ലേ? വെള്ളം ഒഴിച്ചില്ലേ? വെള്ളം ഒഴിക്കരുത് വെള്ളയ്ക്ക്, എന്നാ മൂക്കള പോലെയാണ്. അടച്ചേ വെക്കാൻ പാടില്ല ശരിക്കും. വേണ്ട എന്താ എന്താ ഉപ്പൊക്കെ ഇട്ടായിരുന്നാ? ഒന്നും മറന്നിട്ടില്ലല്ലോ. ടേസ്റ്റ് ഓട്ടോ ഗൈസ്. ഉപ്പിച്ചിരി കുറവാ, പക്ഷെ ആ വെന്ത്. ഓഫ് ചെയ്തോ. ഇനി അങ്കത്തിട്ട് ഇടയ്ക്ക് വീടിനകത്താണ്. റൂമിനകത്ത് ഫുള്ളും വൃത്തിയാക്കാനുണ്ട്. റൂമ് കുറേ വൃത്തിയാക്കാനുണ്ട്. കുറേ ദിവസമായിട്ട് പറഞ്ഞാണ് വൃത്തിയാക്കണം എന്ന് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ആയിക്കോട്ടെ, ഞാൻ ഹെൽപ്പ് ചെയ്ത കേസ്. അലമാരുണ്ട് കേസ്. ഇത് ഫുള്ളും സുധീർ ഡ്രസ്സാണ് കേസ്. എല്ലാം അറിയോ? തിരി മാറി കാണണ്ടേ? നോക്ക് കേസ്, എല്ലാ സുധീർ ഡ്രസ്സാ. ഞാൻ ഇതിന്റെ അകത്ത് മിക്സ് വെച്ചിട്ടുണ്ട്. എന്റെ ഇൻഡക്ഷൻ കുക്ക് ഇവിടെ ഇരിപ്പുണ്ട്, തലങ്ങണി അവിടെ ഇരിപ്പുണ്ട്, എല്ലാം ഇതിന്റെ അകത്ത്. ബാക്കി ഡ്രസ്സൊക്കെ ഈ കാണാൻ ഫുള്ളും ഡ്രസ്സല്ലേ? പുറത്ത് വെച്ചിരുന്നിട്ടാണ് മിക്സിയുടെ ജാറും വാഷറും എരി അടിച്ചോണ്ട്. അത് നീ എരി വളർത്തിയല്ലേ അന്ന് കൊല്ലാൻ പറഞ്ഞപ്പോ സമ്മതിക്കാതെ ഏറ്റവും കൂടുതൽ പാവല വെച്ചിട്ട് എരി എല്ലായിടത്തും മൂത്ര വെച്ച് തൂറി അപ്പിട്ട് വെക്കുന്നുണ്ട്. ഇപ്പൊ എൻജോയ് ചെയ്യും, പാവല്ലേ, എൻജോയ് ചെയ്യും. അപ്പൊ കൈസ് ഇതൊക്കെ വൃത്തിയായിട്ട് അടുക്കി വെച്ചിട്ട് കാണാം കൈസ്. ഇതൊരു എന്താ പറയാ ഒതുക്കൽ ഡേ ആയിട്ട് മാറാണ്. ഫുള്ള് ക്ലീൻ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കുന്നത് അവിടെ ഇരുന്നോളൂ, കാണിച്ചു ഗൈസ്. മടക്കി കുറച്ചൊക്കെ ഒതുക്കിയിട്ടുണ്ട്. കയറ്റാണ്ടത് മറ്റേ എയർ കളയുന്നൊരു ബാഗിൽ കവർ കയറ്റിട്ട് വലിയ ബെഡ്ഷീറ്റാ. വലിയ ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ട്. മീഷോ എന്ന് വെച്ചാൽ ആ പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് നമ്മൾ അതിൻ്റെ എയറൊക്കെ ഫുള്ളും നമ്മൾ പമ്പ് ചെയ്ത് കളഞ്ഞില്ലേ നിശു? അപ്പോൾ അത്രയും ചുരുങ്ങി വൃത്തിക്കായി അല്ലേ? സ്ഥലം ഒതുങ്ങും. അപ്പോൾ ആളുകൾക്കകത്ത് ഒതുങ്ങിയിരിക്കും എല്ലാം കൂടി. അപ്പോൾ ഇത് ബാക്കി കൂടെ എല്ലാം സെറ്റാക്കി കിടക്കണം. അതുപോലെ നേരിട്ട് സാരി, പിന്നെ എപ്പോഴും എടുക്കാത്ത ഡ്രസ്സൊക്കെ ഉണ്ടാവില്ല.
അതൊക്കെ എപ്പോഴും എടുക്കൂല, വല്ലപ്പോഴും കല്യാണ പാർട്ടിക്ക് മാത്രം അതിൻ്റെ സംഭവം. ഒരൊറ്റ ഇടലേ ഇട്ടിട്ടുള്ളൂ. അതുപോലെ വല്ലപ്പോഴും ഇടാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതെടുത്ത് പൊതിഞ്ഞ് വെക്കണമെങ്കിൽ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇതൊക്കെ എയർ കളഞ്ഞെടുത്താൽ മറ്റേ സംഭവമാണ് അല്ലേ നിഷു? അപ്പം അങ്ങനത്തെ ഓരോ ഡ്രസ്സൊക്കെ അതിനകത്ത് വെച്ച് എയർ കളഞ്ഞ ശ്രുതി വേണത് നോക്കാം. അതെ അതെ. ഇതേ ഗൈസ് അലമാര ഫുള്ളും കാലിയാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിന് തലാണിയും പിന്നെ മിക്സിയാണ്. പിന്നെ ഇത്രയും സാധനമുണ്ട്. ശ്രുതിക്കാണെങ്കിൽ പൊടി അലർജിയുടെ കണ്ണൊക്കെ ചുവന്ന് തന്നെ. പിന്നെ ഇത് നീക്കുമ്പോൾ വല്ല പാമ്പുണ്ടാവും സംശയമുണ്ട്. അപ്പോൾ അതൊക്കെ അലമാര നീക്കി നോക്കാം. അലമാരുടെ ബാക്കിൽ എഴുതിയൊക്കെ വന്ന് അപ്പിയിട്ട് മൂത്ര ചെയ്താൽ ഇന്നലെ. അപ്പോൾ അതൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് നമുക്ക് അപ്പോൾ വൃത്തിയാക്കാം. പിന്നെ പറയാൻ പറ്റുമോ, ഈ എലി ശ്രുതി വളർത്തുന്നില്ലാണ്. അതിപ്പോൾ പറഞ്ഞേക്കാം. ആ പിന്നെ കൂടുതൽ ചുള്ളിക്കമ്പ് വേണ്ടേ കുഞ്ഞിടാൻ ഉണ്ടാക്കാൻ. വലിയ ഡിംഗ്ലോഫി ഒക്കെ നോക്കണേ. എടി എടുക്ക് വൃത്തിയാക്ക്. കൊന്നാലും രണ്ടെണ്ണത്തിനെയും ഇങ്ങനെ പറഞ്ഞ് എല്ലാത്തിനും പിടിച്ച് വളർത്തുക. എന്നിട്ട് വീട്ടില് വൃത്തിയാക്ക് എലി വളർത്തി വൃത്തിയാക്കി ഇതാക്കിയല്ലേ നീ. അന്ന് ആ എലിയെ കൊന്നിരുന്ന് ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. ഫുള്ളും എലി പ്രസവിക്കാൻ വേണ്ടി വൃത്തിയാക്കിയതാണ്. അതൊക്കെ വൃത്തിയാക്കിയതല്ല, പ്രസവിക്കാൻ വേണ്ടി അപ്പിയിട്ട് തൂറി ഇതാക്കിയതാ. നല്ല പൊടിയുണ്ട്. തേങ്ങയുടെ ഓരോരോ ഭ്രാന്ത്. എലിയെ കൊല്ലാൻ പാടുള്ള പാവമാണ്. അത് ഇതാ എന്നൊക്കെ പറഞ്ഞു. ഒന്നും ചെയ്യാനില്ല. നീയാണ് വഴി പറഞ്ഞു കൊടുത്ത് കാണിച്ചത്. ഒരു കാര്യം ചെയ്യണം, ആ ഹോളിൽ എലിക്ക് വിഷം വെക്കണം. മനസ്സിലായ? വിഷമുണ്ടോ? ഇപ്പോൾ വിഷം വാങ്ങി വെക്കണം. എന്നിട്ട് വിഷം ഇവര് തിന്നണം. ബോർഡ് തിന്നണ്ട, അടുത്തു കൂടി പോയാ മതി. എത്ര രൂപ ബോർഡിന്? 50 രൂപ. നമുക്ക് വാങ്ങിക്കാം. 10 5 വാങ്ങിച്ച് അവിടെ ഇവിടെയൊക്കെ വെക്കാം. ഈ അലമാരയുടെ മണ്ടയ്ക്ക് നീ ആ കട്ടിലെ മുടി കയറി നോക്കിയാൽ നമ്മുടെ മണ്ടയിൽ നിന്നൊക്കെ ഉണ്ടെന്ന്. അലമാര വൃത്തിയാക്കിയിട്ട് അടുത്തവരുടെയായിട്ട് നമ്മുടെ ഇവിടുത്തെ ഈ ഷെൽഫുകൾ ഓരോന്ന് വൃത്തിയാക്കൊണ്ടിരിക്കുക. അതിൽ മുകളിലത്തെ ഷെൽഫ് വൃത്തിയാക്കിയപ്പോൾ തന്നെ ഇത്രയും സാധനങ്ങളായിട്ട് അതൊക്കെ എടുത്ത് പറക്കി മാറ്റണം അല്ലേ നിശ്ചയം? ഇടയ്ക്കിടയ്ക്ക് വന്ന് കമ്മലും മാലയൊക്കെ അവിടെ ഇവിടെ ഊരി വെച്ച് എന്തോരം കമ്മലാണ് കഴിച്ചത്. ഇതൊക്കെ അവിടെ നിന്ന് നേരത്തെ കൊണ്ട് തന്നതാണ്. ആരും ഓരോരുത്തർ തന്നതാണ്. കൂട്ടിച്ചപ്പോൾ കുറെ കമ്മലായി. ഇതിൽ പലതും ശ്രുതി ഇട്ടിട്ടോലും ഇല്ല. അത് വേറെ കാര്യം. ശ്രുതി പേപ്പറിൽ ക്ലിപ്പ് ചെയ്ത് വെച്ചിരിക്കാം. തേങ്ങയുടെ ഓരോ പരിപാടികളെ. ഇതാണ് കിട്ടിയത്. വൃത്തിയാക്കി പോയിട്ട് എത്ര കിട്ടി? 3 രൂപ 5 രൂപ തോന്നുന്നു. ഓട്ടെ 4 രൂപ. നിനക്ക് ഇന്നത്തെ കൂലി 4 രൂപയാണ് കിട്ടിയത്. അത്രയും പണി ചെയ്ത് ശ്രുതിക്ക് 4 രൂപ കൂലി കൊടുത്തിട്ടുണ്ട്. നോക്കുക ഗൈസ്, നമ്മൾ കിടക്കുന്ന റൂമിൻ്റെ അവസ്ഥയാണ്. വലിച്ചെടുത്തേക്കുന്നത് ഇതൊക്കെ തേങ്ങ സാധനങ്ങളാണ്. ഇതൊക്കെ വൃത്തിയാക്കേണ്ടതാണ്. എല്ലാ സാധനവും വലിച്ചതായിട്ടുണ്ട്. ഇതൊക്കെ വൃത്തിയാക്കുന്ന പറഞ്ഞത്. വൃത്തിയാക്കട്ടെ, ഒതുക്കി തരണം എല്ലാം കൂടി. തേരിക്കേണ്ട തേങ്ങ സമയത്തെന്നറിയാം 5 മണി. കുടിച്ചിട്ട് നമുക്ക് താഴത്തുള്ള സമയമായി. നമുക്ക് നടക്കാൻ പോകുന്ന സമയമായി ഗൈസ്. അപ്പോൾ കുടിച്ചിട്ട് പോകണം. ബാക്കി വന്നിട്ട് ഒതുക്കാം, പോവാം. എനിക്കറിഞ്ഞൂടാ. അടിപൊളി. പൂത്തില്ലേ കളഞ്ഞേക്ക്? സന്തോഷായി. അങ്ങനെ സമയം 5 മണി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. 5:20 ഇനി കുളിച്ചിട്ട് താഴെ പോകണം. പക്ഷെ എൻ്റെ പൊന്നു 6 മണിക്കൂർ ഇറങ്ങിപ്പോയിട്ട് 6:30 മണിക്ക് തിരിച്ചു വരുന്ന അവസ്ഥയായിരിക്കും അല്ലേ തേങ്ങ? കടയിൽ പോകണം, മാവ് വാങ്ങണം അല്ലേ? ആളെ മെയിൻ പരിപാടി ദോശ മാവ് വാങ്ങണം. രാത്രി ദോശ ഉണ്ടാക്കണം. ബാക്കി മാവ് ഉണ്ടാക്കുന്ന രാവിലേക്കും ദോശ കഴിക്കാനല്ലോ ആള് പ്ലാൻ. ഉപ്മാവ് തീർന്നല്ല ആണ്. അപ്പോൾ ചമ്മന്തി തേങ്ങ അരച്ചതും അത് ഉറപ്പാ. ആയിക്കോട്ടെ. ബെഡ്ഷീറ്റ് അതൊക്കെ വെച്ചാൽ നമ്മളെ തലണി ഉണ്ടായ കവർ ഇതല്ലല്ലോ. നമ്മളെ പഴയ വീഡിയോ കണ്ടാൽ മനസ്സിലാവും. എന്തായാലും തേങ്ങ അവിടേക്ക് വൃത്തിയാക്കട്ടെ. ഞാൻ അതൊക്കെ ഒതുക്കി പറക്കട്ടെ. അല്ല ഇവിടത്തെ മുകളിലത്തെ ഒരു ഷെൽഫ് മാത്രമേ വൃത്തിയായിട്ടുള്ളൂ. ബാക്കിയുള്ള ഷെൽഫുകൾ ഉണ്ടല്ലോ. എടാ അത് ബാക്കിയുള്ള കൂടി ചെയ്ത് തീർത്താൽ സമാധാനം ആവുള്ളൂ. മനസ്സിലായ?
കൊറേ കാലം പണിയെടുത്ത് കൊറേ കാലം ആരോട് എല്ലാത്തിനും അടുക്കാനും പിടിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാത്തിനും എത്തിയിട്ടേങ്ങ ഒറ്റയ്ക്ക് ചെയ്തു തേങ്ങ അതുകൊണ്ട് എടുത്തിട്ടാ ഇവിടെ CCTV ക്യാമറ ഉണ്ട്. ഓ അതെടുത്ത ഇതെടുത്ത ഓരോന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടേ. ആ നിന്റെ ബാക്കപ്പ് സാധനം ഞാൻ എന്തുകൊണ്ട് എടുത്തു വെക്കാനാണ് എനിക്ക് അറിഞ്ഞതല്ല. ആയിക്കോട്ടെ. അപ്പോൾ കൈസ് എല്ലാം അടിച്ചു കൊടുത്തേക്ക് ബെഡും കൂടി കൊണ്ടു കൊടുത്തേക്കാണ്ട് എല്ലാം കഴിഞ്ഞ് എല്ലാ പെടും തുറന്ന് അലമാര കാണിച്ചില്ലല്ലോ. ഉണ്ടോ കൈസ് അലമാര എല്ലാം അടുക്കി കവറിൽ സെറ്റാക്കി ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഇത് 2 ദിവസം എനിക്ക് പിന്നെ വീണ്ടും വലിച്ചിടും. അതാണ് അവസ്ഥ. എന്നാലും പോട്ടെ. നമുക്ക് ഇവനൊക്കെ ശ്രുതിയെ കുറിച്ച് പ്രശ്നമില്ല. ഡ്രസ്സൊക്കെ ഉണക്കാത്ത ഡ്രസ്സൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. എല്ലാം എടുത്ത് മാറ്റാണ്. നമുക്ക് വന്നിട്ട് മടക്കി വെക്കാനായിട്ട് പെട്ടെന്ന് ഇറങ്ങി ഓടാം. എന്താ നിശു സമയം ലേറ്റായി. ഇന്ന് ഫുള്ള് പണിയെടുത്താണ്. എന്താ നിശു ഇന്ന് ശ്രുതി കുറെ പണിയൊക്കെ എടുത്ത് ചെയ്ത് തീർത്തിരിക്കുകയാണ്. വല്ലാത്ത പണിയായിപ്പോയി. അതാണ് എന്തായാലും പണികളൊക്കെ തീർത്ത് ഇനി നമുക്ക് ഓടാം. സമയം ലേറ്റായി പോയി. സമയം കൂടെ ഇപ്പോൾ കറക്റ്റ് 6 മണിയായി കറക്റ്റായിട്ട്. അതാണ് കറക്റ്റ് 6 മണിയായി. ഓടാം ബാബാ. നമുക്കിനി ഈവനിങ് വാക്കിൽ പോകണം. കടയ്ക്ക് സാധനം വേണം. അപ്പോൾ ഗൈസ് നമുക്ക് ഈവനിങ് വാക്ക് പോകാൻ ശ്രുതി വന്നോളൂ. ഞാൻ അതൊക്കെ ഇറങ്ങട്ടെ. ലേറ്റായി. ഞാൻ പകുതിയെത്തിക്ക് ശ്രുതി ഓടി എത്തിക്കോളും. ശ്രുതി ലൈറ്റൊക്കെ ഇട്ടിട്ട് പെട്ടെന്ന് അവിടെ ടോർച്ചൊക്കെ എടുത്ത് ഓടിരും. ഞാൻ നടക്കട്ടെ. പെട്ടെന്ന് ഓട്ടാ സമയമില്ല. ഇറങ്ങാം ഗൈസ്. ലേറ്റായി. ഓൾറെഡി 6 മണിയായി. നമ്മൾ ഇത്ര ലേറ്റായിട്ട് നടക്കാൻ വേണ്ടി പോകണം. വളരെ ഇത്ര ലേറ്റായിട്ട് നടക്കാൻ വേണ്ടി പോകാറ്. പക്ഷേ ഇന്ന് കടയിൽ പോകുന്നുണ്ട്. അതാണ് വേറെ കാര്യം. നമ്മൾ 4 മണിക്ക് മുന്നേ പണിയൊക്കെ തീർത്തിരുന്നെങ്കിൽ സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരായിരുന്നു. പക്ഷേ നമ്മൾ പണി തീർത്തപ്പോഴേക്കും 6 മണിയായി. ലേറ്റായി. 12 മണിക്ക് 12 മണിക്ക് നമ്മൾ ഉപ്മാവ് കഴിച്ചതിന് ശേഷം തുടങ്ങിയ പണിയാണ്. ഇപ്പോഴാണ് തീർത്തത്. തീർന്നിട്ടില്ല, ഇനി ചെയ്യാനുണ്ട്. അത് നമുക്ക് നാളത്തെ ടൈമിൽ ചെയ്യാം. ഇന്നത്തെ ഡേയിൽ ചെയ്യാൻ പറ്റില്ല. ഇന്നത്തെ ഡേ ഇത്ര മടുത്തു കേസ്. ശ്രുതി കുറേ ചെയ്തു. പക്ഷേ പണ്ട് കാര്യമില്ല. ശ്രുതി തന്നെ വലിച്ചെടുക്കണം. അതുകൊണ്ട് അവൾ ചെയ്യാതിരിക്കാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ വലിച്ചെടുക്കുന്ന ശ്രുതി തന്നെയാണ്. ഞാൻ എൻ്റെ സാധനം എടുക്കാറ് പോലുമില്ല അധികം. അപ്പോൾ നടക്കട്ടെ. ഇന്നത്തെ ഡൈം ലൈഫ് വെച്ച് ലെങ്ത് കൂടി പോയി ക്ഷമിക്കുക. അവനിവിടെ ലെങ്ത് കൂടി ഒന്ന് നമ്മളെ വഴിയൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. ഇത് നമ്മുടെ വഴിയല്ല, വേറെ ആ വീട്ടുകാരുടെ ഉടമസ്ഥരുടെ പറമ്പാണ് ഈ റബ്ബർ തൊട്ടൊക്കെ. നമുക്കിവിടെ റബ്ബർ ഉണ്ടായിരുന്നു. നമ്മൾ പൊളിച്ചതന്നെ ഒരു 100 റബ്ബർ നമുക്കുണ്ടെങ്കിൽ നമുക്കൊരു 10 ഷീറ്റ് കൂടെ കിട്ടിയതിന് സുഖമായിട്ട് അടിച്ചു പൊളിക്കായിരുന്നു. പക്ഷേ നമുക്ക് അത്ര റബ്ബറൊന്നുമില്ല. അപ്പോൾ നമുക്ക് പോകാം ഗൈസ്. ലേറ്റ് ആവുന്നു. ഓടട്ടെ. ഇവിടെയൊക്കെ വെള്ളപ്പൊക്കം ഇരിക്കുകയെന്ന്. വെള്ളം ഫുള്ള് വരണ്ട് ഗൈസ്. ഇന്നലെ മഴ എടുത്ത് ചെയ്തപ്പോൾ വെള്ളമായിരുന്നു. ഇന്നലെ മഴ ഉണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് വെള്ളം പഴയ പോലെ ഒന്നുകൂടെ ഇങ്ങനെ വെച്ച്. പക്ഷേ ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് വെള്ളം ഫുള്ള് പറ്റി ഗൈസ്. വെള്ളമില്ല. പക്ഷെ എന്ത് പറഞ്ഞിട്ട് ഇനി മഴക്കാലം വരുമല്ലോ അങ്ങോട്ട്. അപ്പോൾ വെള്ളം കയറും. അതിനോട് മഴ വെള്ളം കയറും ഇനി. അപ്പോൾ വെള്ളം കയറൂല്ലേ ഗൈസ്. എന്തായാലും ഇന്നലെ കയറിയല്ലോ കുറച്ച്. ഞാൻ കണ്ടതുകൊണ്ട് പറഞ്ഞല്ലേ. അത് ഇന്നലത്തെ ഡൈം ലൈഫ് വ്ലോഗിലുണ്ട് ഗൈസ്. സാറ്റർഡേ ഡൈം ലൈഫിൽ ഇന്നത്തെ സാറ്റർഡേ ഡൈം ലൈഫ് എടുത്തിട്ടുണ്ട്. അതിലിട്ടിട്ടുണ്ട്, കാണിച്ചിട്ടുണ്ട് അല്ലേ ശ്രുതി? അപ്പോൾ ചേച്ചി കടയിൽ പോയി. തക്കുടുവേ അടി വന്നിട്ട് എടുക്കും. ഇല്ലെങ്കിൽ എനിക്ക് ശല്യം കൊടുക്കും. പോടാ, നോക്ക് അസൂയ. സമയമില്ല. പോടാല്ലോ നന്തു വാർത്തക്കിന്. അവൻ ചാടി കയറും. അവൻ മീൻസ് അവനൊരു വയസ്സായി. പക്ഷെ അവന് ഭയങ്കര കുണ്ടണിയാണ്. ചാടിപ്പിടുത്തം ഇച്ചിരി കൂടുതലാണ്. ഓ ചേട്ടനാണ് വന്നത് കേട്ടാ. ഇപ്പം കഴിച്ച് നമുക്ക് എന്തായാലും കടയിലോട്ട് പോവാം. പരുത്തിക്കുഴി ജംഗ്ഷൻ എത്തിയപ്പോൾ ചേച്ചി തൂക്കാത്ര ആട്ടി പോണ്. കണ്ടോ നിങ്ങൾ വായിക്കുന്നു? ചെറുതായതുകൊണ്ട് കാണാൻ വയ്യാത്തതൊക്കെ ചേച്ചി ഇതാവിടെ നിൽക്കണം. എന്തായാലും പോയിട്ട് ചേച്ചിയുടെ കൂടെ പോവാം. അവിടെ വഴക്കാണ് കറണ്ട് ബില്ലിൻ്റെ കാര്യത്തിൽ. അപ്പം നമ്മൾ പോവാണ്. അവിടെ ജാസിൻ്റെ അടുത്ത് കഥ പറയാണ്. അപ്പം നമ്മളിന്ന് നേരത്തെ പോകണം. കാരണം പോയിട്ട് ദോശയൊക്കെ ഉണ്ടാക്കണം ഗൈസ്. അതുകൊണ്ട് നേരത്തെ പോകാമെന്ന് വിചാരിച്ച് ദേ വരണം. ഇപ്പം തക്കുട് പൊന്നാ സോറി നാളെ വരട്ട്. അയ്യോ മൂളിയിട്ട് ഓടി ഗൈസ്. ഇനിയിപ്പോൾ ഇവിടെ വരും. ദോ നിൽക്കുന്നു. ഇനിയിപ്പോൾ ഇപ്പുറത്ത് വരും. അവൻ എടുക്കാതെ പോയി കഴിഞ്ഞാൽ ഇഷ്ടപ്പെടില്ല. നാളെ വരാം കേട്ടോ തക്കുടോ. ശരി നാളെ വരാമേ. ബസ്സിനെ കാണുമ്പോൾ തുടങ്ങും. എന്ത്
അപ്പോൾ പോകുമ്പോഴാണ് വിളി തുടങ്ങുന്നത്. എന്തായാലും നമുക്കങ്ങ് പോവാം ഗൈസ്. പോയിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. നമ്മളതേ ഗൈസ് തിരിച്ച് നമ്മുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഏത് തേങ്ങ എടുക്കാത്തത് നമ്മൾ? ഓ ഈ ഫോണിൻ്റെ ക്യാമറയിൽ കേൾക്കൂലൊക്കെ ശബ്ദം, താഴത്ത് പന്നി ഓടുന്ന ശബ്ദം കേൾക്കാം. ക്യാമറ കാണില്ല ശരിക്കും. മറ്റേ ക്യാമറ ഒക്കെ ഉണ്ടെങ്കിൽ കാണരുത്, അല്ല ഗോപ്രോയൊക്കെ ഉണ്ടെങ്കിൽ കാണരുതല്ലേ. ഓടണം പെട്ടെന്ന് ഓടക്ക്, ഫാനിട്ട് കാത്തോട്ടെ. എനിക്കതിനിടയ്ക്ക് ജലദോഷം പിടിച്ചു കേസ്. വയ്യ, തീരെ വയ്യ. അങ്ങനെ ആർജുനെ കൊണ്ട് ആണോ? ആ പൊക്കോണ്ടല്ലോ ഒന്നഴി. പിന്നെ ചുമ്മാ വഴക്ക് പറയുന്നു. ആ ഇടത് കൈയും കൂടി വെച്ച് ഇതാക്ക്. എന്റെ കൊച്ചിനെ തള്ളിയിടരുത്. എന്റെ കൊച്ചിനെ എടുത്തുണ്ടായി. പറഞ്ഞ പോലെ ഇന്ന് സൺഡേ ആണ്. രാത്രി 8 മണിക്ക് ലൈവ് വരണം. സമയം ഇപ്പം തന്നെ 7:30. 7:30 അരമണിക്കൊണ്ട് ഫുഡ് ഉണ്ടായി കഴിച്ചിട്ട് വേണം ലൈവ് വരണം ഞാൻ വിചാരിക്കണത്. പക്ഷേ ഫുഡ് നടക്കൂല, ഫുഡ് ആവില്ല ശ്രുതി പറഞ്ഞത്. സമയം ഓൾറെഡി കഴിഞ്ഞിട്ടാണ്. എനിക്കാണെങ്കിൽ നല്ല ജലദോഷമുണ്ട്. പക്ഷെ ലൈവ് മുടക്കാൻ പറ്റില്ല. ലൈവ് എന്തായാലും പോയാൽ പറ്റുള്ളൂ. ജലദോഷം കുഴപ്പമില്ല, പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് പോകാനാണ് ആഗ്രഹിക്കണത്. നോക്കട്ടെ പറ്റുക ഭക്ഷണം കഴിച്ചിട്ട് പോകാം. കാരണം ലൈവ് ഉണ്ടെങ്കിൽ ലൈവ് തിരുമ്പിക്ക് 8 മണി എന്നത് 9 മണി 10 മണിയൊക്കെ ആവും. അപ്പോൾ ഉറങ്ങാൻ ഒരുപാട് ലേറ്റായി പോകും. അപ്പോൾ ഭക്ഷണം കഴിക്കാൻ ലേറ്റായി പോകും. അതുകൊണ്ട് നേരത്തെ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് ലൈവ് ചെയ്യാം. ഭക്ഷണം കഴിച്ചോണ്ട് ലൈവ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്തിനാണ് ഇങ്ങനെ ഫോർമാലിറ്റീസ് അല്ല. ഞാൻ ഫസ്റ്റ് ഭക്ഷണം കഴിച്ച് സമാധാനമായിട്ട് ഇരുന്ന് കഴിക്കാന്ന് വെച്ചിട്ടാണ്, ചെയ്യാന്ന് വെച്ചിട്ടാണ്. നമുക്ക് സ്റ്റാൻഡ് ഒന്നും ഇല്ല സമാധാനമായിട്ട് ഒരു സ്ഥലത്ത് വെക്കാനായിട്ട് ഇവിടെ. അത് പറഞ്ഞപ്പോ ഓർത്ത് ഒരു ഐഡിയ ഞാൻ പറയട്ടെ. എന്താണ്? നമ്മൾ അരിഡപ്പയില്ലേ, അത് തുടച്ച് വൃത്തിയാക്കിയിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് അരി തട്ടിയിട്ട് ആ ഒടിഞ്ഞ സ്റ്റാൻഡ് അതിൽ കുത്തി നിർത്തിയാൽ നിൽക്കും. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? കസേര ഇട്ട് തിരിക്കേ എന്തെങ്കിലും ചെയ്യും. ഇത്രയൊക്കെ സൗകര്യം എനിക്ക് ഒരുക്കി തരാൻ പറ്റുമോ? ഓക്കെ ഓക്കെ, എന്തെങ്കിലും ചെയ്യാം. എന്തായാലും ഫാസ്റ്റ് ഫുഡ് സെറ്റാക്കിത്താ. ആയോ? എനിക്ക് ഭയങ്കര ജലദോഷം കൂടിയിട്ട് വയ്യ ചെറുതായിട്ട് പനി അടിക്കുന്നുണ്ട്. പനിക്കുള്ള ഫീലുണ്ട് എനിക്ക്. പനിയാണെന്ന് തോന്നുന്നു. ചൂടൊക്കെ ആണ് മേലൊക്കെ. ഞാൻ തല കുളിച്ചില്ല, മേല് മാത്രമേ കുളിച്ചുള്ളൂ. അത് വേറെ കാര്യം. പക്ഷെ ഇപ്പം വൈകിട്ടായപ്പോഴേക്കും ഒട്ടും വയ്യാത്ത അവസ്ഥ. ഇപ്പോൾ എന്തായാലും ശ്രുതി ചുക്കാപ്പി ഇടാനുള്ള പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ടാക്കട്ടെ ശ്രുതി. അങ്ങനെ ചുക്കാപ്പി തുറന്നപ്പോൾ തന്നെ അതിൻ്റെ മണം അടിച്ചിട്ട് എരിയാണ് ശരിക്കും. അമ്മേ നീ മുളക് പൊടി ഇട്ടത് എരിക്ക് വേണ്ടിയിട്ട് കുരുമുളക് കുറേ ഇട്ട് തോന്നുന്നു. ദൈവത്തിന് അറിയാം. എരിഞ്ഞ് പോകാൻ നന്നായിരുന്നു അദ്ദേഹം. എന്തായാലും ചുക്കാപ്പി പിടിക്കട്ടെ. മാറിക്കോ. ഇപ്പൊ നിനക്ക് വേണ്ടേ? ഒരു ഗ്ലാസ് വെച്ചോളാ. ആ എന്നെ കൊല്ലാൻ മാത്രം നോക്കുന്നതല്ലേ. ഇത് കുടിച്ച് നിന്റെ ജലദോഷം മാറണം. എന്തൊക്കെ ഇട്ടിട്ടുണ്ട്? ഇഞ്ചിയുണ്ട്, ചെറുള്ളിയുണ്ട്, പനിക്കൂർക്കയുണ്ട്, കുരുമുളകുണ്ട്, തുളസിയിലയുണ്ട്, കാപ്പി. എന്നാ ഞാൻ കുടിക്കട്ടെ. ചെറുള്ളി എന്തിനാണ്? ചെറുള്ളി ഇടും. ചെറുള്ളി നല്ലതാണ്. എന്തോ കുടിക്ക് കുടിക്ക്. ഇങ്ങനെ പൊളിയാളെ എരിഞ്ഞിട്ട് എന്റെ പൊന്നു. കുഴപ്പമില്ല, എരിവ് കഴിക്കുന്ന എനിക്ക് വലിയ കുഴപ്പമില്ല. ഈ ബനി എങ്ങനെ ഇട്ടിരിക്കുന്നു ബേബി? അതെ കൊണ്ടുവന്നു. മീനായിരിക്കട്ടെ. കുടിക്കൂ. നല്ല എരിവുണ്ടാ? വേണ്ട, ചൂട് സാധനം ഞാൻ കുടിക്കൂലല്ലോ. ഓക്കെ, എന്തായാലും ആർച്ച കുടിക്കട്ടെ. ഞാൻ ബാക്കി പരിപാടി ചെയ്യട്ടെ. അപ്പോൾ ശ്രുതി നമുക്ക് ദോശയ്ക്ക് ഉണ്ടാക്കാൻ വേണ്ടി മാവ് പോലും കലക്കിയിട്ടില്ല. അതിന് മുന്നോട്ട് ശ്രുതി രാവിലെ തൊലി കളഞ്ഞു വെച്ചാൽ ഒരു വാഴയ്ക്ക് ഇരിപ്പുണ്ട്.
ബജി വാഴയ്ക്ക് അത് സാമ്പാർ കഷ്ണം വാങ്ങിച്ചപ്പോൾ കിട്ടിയത് അതിൻ്റെ കൂട്ടത്തിൽ അല്ലേ? ആ ഒരെണ്ണം കിട്ടിയതാണ്. അപ്പം അതിപ്പോൾ ശ്രുതി ചെത്തി വൃത്തിയായിട്ട് എന്തേ വേണ്ടി പോണ്? വറുത്ത് വേണ്ടി പോണ്. ദോശക്കല്ല അല്ലാതെ വറക്കാൻ വേണ്ടി പോകണോ? എങ്ങനെ വറക്കും? എണ്ണയിട്ട അല്ല, ഞാൻ ഉദ്ദേശിച്ച മാവൊക്കെ മുക്കി വറക്കുമോ? ഓക്കെ ഓക്കെ വറക്കൂ. ആ തോരൻ എടുത്താണ് കേട്ടോ കഴിക്കുമ്പോൾ. ദോശയ്ക്ക് മെഴുക്കുരട്ടിയും സാമ്പാറുണ്ട്, ചമ്മന്തി ഉണ്ട്, മന്തി അടിപൊളി. ഇനി ദോശ കൂടെ ഉണ്ടാക്കി കൊടുത്ത് കഴിക്കാറുണ്ട്. സമയം 52 എന്നാൽ ലൈവ് പോവും, അത് ഉറപ്പാ. ഈ കുപ്പിക്കകത്ത് നമ്മൾ സ്റ്റാൻഡ് വെക്കാൻ വേണ്ടി പോകണം. നമ്മളെ സെൽഫി സ്റ്റാൻഡിൻ്റെ കാല് കൊള്ളില്ല, അതുകൊണ്ട് കാല് പോയി. വലിയ കുപ്പിയില്ലേ? അപ്പം അതിനകത്ത് വെക്കാനുള്ള പ്ലാനാണ്. എൻ്റെ ഫോൺ സൈലൻ്റാക്കാൻ മറക്കരുതേ, നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കുക. സൈലൻ്റാക്കിയത് ഫുൾ ഓഫ് ചെയ്യണ്ട കേട്ടോ, വൈബ്രേഷൻ വന്നോട്ടെ. അങ്ങനെ സ്റ്റാൻഡിൽ നമ്മൾ അരിപ്പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അതിനകത്ത് വെച്ചിട്ടാണ് ലൈവ് എടുക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ശ്രുതി ലൈവിൽ എല്ലാവർക്കും ഇതിൽ കൂടെ മറുപടി കൊടുക്കാമെന്ന് വിചാരിക്കണം അല്ലേ നിശു? കുഴപ്പമുണ്ടാവില്ലെന്ന് വിചാരിക്കുന്നു. കുക്കിങ്ങും ലൈവും എല്ലാം ഒരുമിച്ച് നടക്കുമല്ല, അതാണ് പ്ലാൻ. അല്ലെങ്കിൽ ലേറ്റ് ആവും. 8 മണിക്ക് ലൈവ് സ്റ്റാർട്ട് ചെയ്യണം എന്തായാലും, അത് ഉറപ്പാ. നമ്മൾ അടിച്ചായിട്ട് പുറത്ത് വേസ്റ്റ് ഇട്ടായിരുന്നു ശ്രുതിയെല്ലാം കത്തിക്കുന്നത്. കാരണം മഴ പെയ്താൽ പണി വാളും, അതുകൊണ്ട് ഇപ്പോഴേ കത്തിച്ചിട്ട് കത്തട്ടെ. നല്ലത്. തീ താഴത്തേക്ക് പോകാൻ നോക്കണം കേട്ടോ. ആണോ? ഉറപ്പാണോ? എന്നാലും ആ ഓലയൊക്കെ കിടക്കൊണ്ടൊരു ചെറിയ പേടിയുണ്ട്, നോക്കിക്കോ. എന്താണ് തീ കത്തിച്ചിട്ടുണ്ട്, തീ താഴത്ത് പോരാ. ഇന്നലെ മഴയൊക്കെ പെയ്ത് നനഞ്ഞിരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലെന്ന് ശ്രുതി പറയണത്. എന്നാലും എന്തായാലും നിർത്തട്ടെ. വാ പോയി ദോശയിലായി നോക്കും, ഓടിച്ചിട്ട് അത് എത്തിക്കോളും. ഞാൻ ഇടയ്ക്ക് നോക്കും. ശ്രുതി എന്തായാലും ആ സമയം കൊണ്ട് ദോശക്കുള്ള മാവിൻ്റെ എണ്ണൊക്കെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. സെറ്റാക്കട്ടെ. ശ്രുതി രാത്രിക്കുള്ള ഫുഡ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ യൂട്യൂബ് ലൈവ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ലൈവ് പക്ഷേ മര്യാദയ്ക്ക് നെറ്റ് കണ്ടാകത്തോണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് അല്ലേ നിശു? അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശോകമാണ് എല്ലാം കൊണ്ടും. ആരൊക്കെ ലൈവിലുണ്ടെന്നൊന്നും കാണാൻ പറ്റത്തില്ല, അതിൻ്റെ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ലൈവൊക്കെ ഇപ്പോൾ തീർന്നത്. ഇതേ ലൈവ് തീർന്നത്. നമ്മുടെ ലൈവിലെ ആൾക്കാർ വളരെ കുറവാണ്, 54 പേരുണ്ടായുള്ളൂ. സാധാരണ 700 പേരൊക്കെ ഉണ്ടാവുന്ന ലൈവാണ് അല്ലേ നിശു? അത്രയും പേരൊക്കെ വ്യൂസ് വരാറുള്ളതാണ്. പക്ഷെ ഇന്ന് 2 പ്രാവശ്യം നമ്മൾ നെറ്റൊക്കെ പോയി, ലൈവ് കട്ടായി പോയി അല്ലേ? തുടങ്ങിയ ലൈവ് കട്ടായി പോയിട്ട് വീണ്ടും പുതിയ ലൈവ് തുടങ്ങേണ്ട അവസ്ഥയായിരുന്നു. അങ്ങനെയൊക്കെ പണി കിട്ടിയ അവസ്ഥയായിരുന്നു. എന്താ ലൈവ് കട്ടായി പോയിട്ട് വീണ്ടും തുടങ്ങിയത് നമ്മളില്ലേ? അപ്പോൾ ഇനി ഭക്ഷണം കഴിക്കണം. ശ്രുതി എത്രയും പെട്ടെന്ന് ഒരു ദഹി സാധനം ഇത് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്, ഇത് ഉണ്ടാക്കിയിട്ടില്ല. എനിക്കും പറ്റത്തില്ല, അന്ന് ഉത്സവത്തിലായ പോലെ എനിക്ക് കഴിക്കാൻ പറ്റിയില്ലല്ലോ, അതെനിക്ക് പറ്റുന്നില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം കഴിക്കാൻ എനിക്ക് വിശക്കുന്നുണ്ട്. ശ്രുതി അങ്ങനെ മറ്റേ കാ ഉണ്ടാക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാ അരിഞ്ഞ് ചിപ്സ് പോലെ ഉണ്ടാക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. എന്താ നിശു? ശ്രുതി ഉണ്ടാക്കട്ടെ, അതുകൊണ്ട് ഉണ്ടാക്കണം ഭക്ഷണം കഴിക്കാൻ. സമയം കുറേ ലേറ്റായി, അതോടെ കാര്യം. എന്നാലും കുഴപ്പമില്ല, ലേറ്റായിട്ട് കഴിച്ചാൽ രുചിയോട്ട് കഴിക്കാമല്ല അല്ല നിശു? ഇന്ന് ലേറ്റാ വന്നാലും ലേറ്റസ്റ്റ് വരുവേ. തമിഴ് ഡയലോഗ്സിനെ ശ്രുതി മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണ്. അതിൻ്റെ മുമ്പോട്ട് ശ്രുതി വന്ന് ലേറ്റാ വന്നാലും ലേറ്റാവുന്ന ലേറ്റസ്റ്റ് തിന്നണം. ലേറ്റാ കഴിച്ചാലും ടേസ്റ്റോടെ കഴിക്കണം എന്ന് പറഞ്ഞാൽ പ്രശ്നം തന്നില്ലേ? ശ്രുതിയുടെ ഒരു കാര്യങ്ങൾ. എന്താണ് അരിച്ചു പൊറുക്കി തപ്പണത്? മുളക് പൊടിയാ? എന്നെ കുറ്റം പറഞ്ഞ രാവിലെ കത്തി എടുത്ത് ചെയ്യാൻ പാടുന്നുണ്ട്. ഇത് കത്തി എടുത്ത് ഉപ്പെടുക്കുന്നത്. ഓ പിന്നെ എന്റെ കാര്യമായി. ശ്രുതി ഉണ്ടാക്കട്ടെ. ശ്രുതി എന്തൊക്കെ ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ആവുന്നുണ്ട്. ആവട്ടെ, ഒരു ഭക്ഷണം കഴിക്കാം. ഓട്ടെ, ചിപ്സായോ? ഇപ്പം ചൂടില്ലേ? ഇപ്പോൾ കുഴപ്പമില്ല ചൂട്. ഓ ചൂടത്തൊന്നും തിന്നാത്ത ആളാ, അത് ചൂടത്ത് കഴിക്കണമെന്നില്ലേ?
ആയിക്കോട്ടെ. കുറേ നാളുകൾക്ക് ശേഷം അങ്ങനെ കിച്ചു വന്നു ഗൈസ്. അപ്പം ഞങ്ങൾ അവൻ്റെ ഫുഡ് നമ്മളൊരു വീട്ടിൽ ഞാൻ പണിക്ക് പോയി എടുത്ത് തന്നതാണ് ആ പേപ്പറിലിരിക്കുന്നത്. ആർജയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് ദോശയും ചമ്മന്തിയും വെച്ച് അതും കഴിക്കുന്നു ഗൈസ്. നോക്കി കഷ്ടം, അവന് നല്ല വിശപ്പുണ്ട് പാവം. ഡോഗിൻ്റെ ഫുഡുണ്ട്, കാരണം അവൻ ദോശയും ചമ്മന്തിയും കഴിക്കുന്നുണ്ട്. അവൻ്റെ ഫുഡാണ് ആ പേപ്പറിലിരിക്കുന്നത്. അത് ഫുള്ളും കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആർജ ദോശ വേണ്ടാന്ന് പറഞ്ഞത്. അപ്പോഴത്തേക്ക് അതും എടുത്ത് കളയാൻ വേണ്ടി വെച്ചതാണ്. പിന്നെ ഇവൻ ദോശയും ചമ്മന്തിയും തിന്നുമെന്ന് എനിക്കറിയാം, അതുകൊണ്ട് വെച്ചു കൊടുത്താണ്. പക്ഷെ അവൻ അതും തിന്നണം. 2 വയസ്സ് കഴിഞ്ഞ പട്ടിയാണ്. അതാണ് എന്തായാലും അതിൽ ചമ്മന്തിയൊക്കെ ഉണ്ട് കണ്ടോ. അവൻ ചമ്മന്തിയാണ് കഴിക്കണത്. നിങ്ങൾ വിശ്വസിക്കൂല, അവൻ ആ ദോശയൊക്കെ കഴിക്കും. എന്തായാലും കഴിച്ച് കഴിയട്ടെ പാവം. ഗൈസ്, നിങ്ങളുടെ വീട്ടിൽ പട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് ഫുഡൊക്കെ കൊടുക്കുക ഗൈസ്. ഇല്ലെങ്കിൽ അയച്ചുവിടുക. ആരുടെങ്കിലും വീട്ടിൽ പോയിട്ട് ഇതുപോലെ എന്തെങ്കിലും കഴിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ അറിഞ്ഞൂടാ, ഇവരുടെ ഉടമസ്ഥ ആ സ്ഥലം വിട്ട് പോകാൻ നിൽക്കാം. വീട് സ്ഥലമൊക്കെ അവരുടെ പോകുമ്പോൾ ഇവനെ 3 വയസ്സായി വരും പ്രായം. അപ്പോൾ അവർ പോകുമ്പോൾ ഇനിയിപ്പോൾ ഇവനെ എന്ത് ചെയ്യുന്ന പിടിയില്ല പാവം. നമുക്ക് തരുമെന്ന് അറിയാൻ പാടില്ല, പക്ഷെ ഇവർ എവിടെ കൊണ്ടുപോകുമെന്ന് അറിയാൻ പാടില്ല. എന്തിനും കാണിക്കണ്ട. പക്ഷേ എന്തായാലും അവൻ സേഫായിട്ട് നല്ല ഭക്ഷണം കിട്ടി അവൻ ജീവിച്ച് പോയാൽ മതിയായിരുന്നു. ഇവനോട് ഇങ്ങനെ ക്രൂഡ് കാണിക്കാൻ പാടില്ല. മനസ്സിലാക്കണം, ഒരു വീട്ടിൽ ഒരു പട്ടി വന്നിട്ട് ദോശയും ചമ്മന്തിയും കഴിക്കണമെങ്കിൽ അവൻ ഡോഗിൻ്റെ ഫുഡ് ഉണ്ടായിട്ട് അതും കഴിച്ചിട്ട് ആ ദോശയോട് കഴിക്കുന്ന പറയുമ്പോൾ അവൻ്റെ വിശപ്പെന്ന് മനസ്സിലാക്കണം നിങ്ങൾ. അതിന് മാത്രം അവർ ഭക്ഷണം കൊടുക്കാതെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് അവർ ഭക്ഷണം കൊണ്ടുവന്ന് കഴിക്കുന്നത്. ഞാൻ പിന്നെ ഇത് ബ്ലോഗിൽ പറയാൻ കാരണം ബ്ലോഗ് എന്തായാലും അവർ കാണൂല, പക്ഷെ റീല് പറഞ്ഞാൽ അവർ റീൽ അത് കാണും. പിന്നെ അവനെ അയച്ചുവിടൂല, അവനെ പട്ടിണിക്കിടും, അയച്ചുവിടാതെ അവളെ കെട്ടിയിടും. അതുകൊണ്ട് പറഞ്ഞാണ് ബ്ലോഗിൽ. നിങ്ങളെല്ലാം അറിയണം, ഇങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ ഉപദ്രവിക്കുന്ന ഒരു പരിധിയുണ്ട്. ഞാൻ കഴിച്ചു കഴിഞ്ഞിട്ടും ആദ്യം കഴിച്ചു കഴിഞ്ഞില്ല, ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ കറി ചൂടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. നാളത്തേക്കുള്ള ബാക്കി സാമ്പാർ അത് വന്നു തുടങ്ങുന്നു. അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ആദ്യം കഴിക്കുമ്പോൾ മണി കുറേ ആവും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ഡേ മൈ ലൈഫ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ്സ് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ബൈ ബൈ. ബൈ.